ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സഹകാരിയുടെ പുതിയൊരു എക്കണോമിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് വളരെയേറെ സാമൂഹിക പ്രാധാന്യമുള്ള, അതുപോലെ തന്നെ സാമ്പത്തിക ശാസ്ത്രത്തിലും ഒട്ടേറെ ഗവൺമെൻറ്റുകൾക്ക് ഈ ഒരു നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന പ്രതിഭാസത്തെ നീക്കം ചെയ്യാനായിട്ടാണ് ഒട്ടേറെ വെൽഫെയർ ഗവൺമെൻറ്റുകൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ് ആകട്ടെ, സംസ്ഥാന ഗവൺമെൻറ് ആകട്ടെ, ഈ ഒരു പ്രതിഭാസത്തെ നമ്മളിന്ന് ഡീൽ ചെയ്യാൻ പോകുന്ന ഈ ഒരു പ്രതിഭാസത്തെയാണ് വളരെ ചലഞ്ചിങ് ആയിട്ട് കാണുന്നത്. ഒട്ടേറെ വെല്ലുവിളികൾ നിറഞ്ഞ ആ ഒരു പ്രോസസ്സാണത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൻ്റെ ടോപ്പിക്കാണ് പോവർട്ടി അഥവാ ദാരിദ്ര്യത്തിൻ്റെ വ്യത്യസ്തമായ അവസ്ഥകൾ, അതുപോലെ തന്നെ അതിൻ്റെ കാരണങ്ങൾ തുടങ്ങിയവ ആണ് നമ്മൾ ഇന്നൊരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതുകൂടാതെ തന്നെ ഇന്ത്യയിൽ ദാരിദ്ര്യം നിർണ്ണയിക്കാനായിട്ട് കാലാകാലങ്ങളിൽ നിയമിക്കപ്പെട്ട കമ്മിറ്റികൾ, അവരുടെ ശുപാർശകൾ തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ ഈ ക്ലാസ്സിലൂടെ പഠിക്കും. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ പോവർട്ടി എന്ന ഈ ഒരു സെക്ഷനിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് വളരെ ബേസിക്കായിട്ട് ഉള്ള ഫാക്ടറിൽ നിന്ന് തുടങ്ങാം. വാട്ട് ഈസ് പോവർട്ടി? So poverty and unemployment are two major socio-economic problems in the most of the developing countries. അപ്പോൾ ഡെവലപ്പിംഗ് കൺട്രീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വികസ്വര രാജ്യമാണ്. വികസിതം, വികസ്വരം, അവികസിതം. അതായത് ഡെവലപ്ഡ്, ഡെവലപ്പിംഗ് ആൻഡ് അണ്ടർ ഡെവലപ്ഡ്, അങ്ങനെ മൂന്നായിട്ടാണ് പ്രധാനമായിട്ടും രാജ്യങ്ങളെ എക്കണോമിയുടെ പേരിൽ അഥവാ അവരുടെ സാമ്പത്തിക സ്ഥിതിയുടെ പേരിൽ മൂന്നായിട്ട് തരംതിരിക്കുന്നത്. ഇതിന് കൃത്യമായ ഒരു നിർവചനമില്ല എന്താണ് ഡെവലപ്ഡ്, ഡെവലപ്പിംഗ് ആൻഡ് അണ്ടർ ഡെവലപ്ഡ്. പക്ഷേ പല ഇൻസ്റ്റിറ്റ്യൂഷൻസും പല മാനദണ്ഡങ്ങൾ ഉപയോഗിച്ചാണ് ഈ ഒരു മൂന്ന് തട്ടിലേക്ക് രാജ്യങ്ങളെ തരംതിരിച്ച് വെക്കുന്നത്. അപ്പോൾ ഇന്ത്യ ഒരു ഡെവലപ്പിംഗ് ആണെന്നുള്ള കാര്യത്തിൽ ഒരു കാറ്റഗറിക്കും ഒരു സംശയവുമില്ല. കാര്യം ഏത് തരത്തിൽ വർഗീകരിക്കുന്ന ഒരു എക്കണോമിസ്റ്റ് ആണെങ്കിലും ശരി തന്നെ, ഇന്ത്യ എന്ന നമ്മുടെ രാജ്യം ഡെവലപ്പിംഗ് ആയിട്ടുള്ള രാജ്യമാണ്, വികസിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യമാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നും തന്നെ ഇല്ല. അപ്പോൾ അങ്ങനെയുള്ള ഡെവലപ്പിംഗ് ആയിട്ടുള്ള ഇന്ത്യ, ബംഗ്ലാദേശ്, ശ്രീലങ്ക തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങൾ, അങ്ങനെ ഒട്ടേറെ രാജ്യങ്ങളുണ്ട്. ഏഷ്യയിലെ 2-3 ഉദാഹരണങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള രാജ്യങ്ങളിൽ ഏറ്റവും പ്രധാനമായി ചലഞ്ചിങ് ആയിട്ടുള്ള 2 പ്രോബ്ലംസ് ആണ് പോവർട്ടി ആൻഡ് അൺഎംപ്ലോയ്മെൻറ്റ്. ഇതാണ് 2 പ്രധാനപ്പെട്ട സോഷ്യോ എക്കണോമിക് പ്രോബ്ലംസ്. സാമ്പത്തിക പ്രശ്നങ്ങളെന്ന് പറഞ്ഞത് എന്താണ്? പോവർട്ടി ആൻഡ് അൺഎംപ്ലോയ്മെൻ്റ് ആണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇവിടെ സോഷ്യോ എക്കണോമിക് എന്ന് പറഞ്ഞിരിക്കുന്നത്? ഇത് രണ്ട് സെക്ടർ അല്ലേ, സോഷ്യലുമാണ് എക്കണോമിക്കലുമാണ്. പക്ഷേ എന്താണ്, നമ്മുടെ എക്കോണമി എന്ന് പറഞ്ഞാൽ നമ്മുടെ സൊസൈറ്റിയുമായിട്ട് വളരെയേറെ ബന്ധപ്പെട്ടിരിക്കുകയാണ്. എക്കോണമിയിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ സൊസൈറ്റിയിൽ വരാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാര്യം രണ്ടിലും മനുഷ്യരെയാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്. ഓക്കെ, മനുഷ്യരുടെ സാമ്പത്തികാവസ്ഥയും സാമൂഹികാവസ്ഥയൊക്കെ ഒട്ടേറെ ഇൻ്റർട്വൈൻഡ് ആണ്. അപ്പോൾ നല്ലൊരു ശമ്പളം കിട്ടുന്ന വ്യക്തിക്ക് ഹീസ് റിച്ച് എന്നാണ് നമ്മൾ സമൂഹത്തിൽ പറയുന്നത്. അവൻ നല്ല സമ്പത്തിനുടമയായ വ്യക്തിയാണ്. സോ അവരെ നമ്മൾ സമൂഹത്തിൻ്റെ ഒരു ഉയർന്ന തട്ടിൽ അവരെ ഉൾക്കൊള്ളിക്കും. സോ അത് ഒരു സ്ട്രാറ്റിഫിക്കേഷൻ വരുന്നത് എക്കണോമിക് ആയിട്ടുള്ള ഗെയിൻസിൻ്റെ, അതായത് സാമ്പത്തിക അവസ്ഥയുടെ പേരിലാണ് നമ്മളവിടെ സാമൂഹികപരമായി അവിടെ വർഗീകരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു സൊസൈറ്റിയും എക്കണോമി എന്ന് പറഞ്ഞ ഈ 2 ടോപ്പിക്കുകൾ വളരെയേറെ ഇൻ്റർട്വൈൻഡ് ആണ്. അതായത് വളരെയേറെ പരസ്പരം ബന്ധിതപ്പെട്ട് കിടക്കുന്ന 2 മേഖലകളാണ് സൊസൈറ്റി ആൻഡ് എക്കണോമി. അപ്പോൾ പോവർട്ടി ആൻഡ് അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത് സാമ്പത്തികമായി ഏറ്റവും കൂടുതൽ പ്രധാനമായി എല്ലാ രാജ്യങ്ങളും ഉണ്ടെങ്കിൽ തന്നെ ഡെവലപ്പിംഗ് ആയിട്ടുള്ള രാജ്യങ്ങളിലാണ്. ഓൾറെഡി ഡെവലപ്ഡ് രാജ്യങ്ങളിൽ ഇതിനെ ചെറുക്കുന്നതിനായിട്ട് ഒട്ടേറെ വഴികൾ ഓൾറെഡി അവർ ഫോർമുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൂടാതെ തന്നെ പോവർട്ടി അൺഎംപ്ലോയ്മെൻറ്റ് ഒരു പരിധിവരെ കുറച്ചുകൊണ്ടായിരിക്കുമല്ലോ അവർ ഡെവലപ്ഡ് ആയി മാറിയത്. അപ്പോൾ ഡെവലപ്പിംഗ് ആയിട്ടുള്ള രാജ്യങ്ങളിൽ ഏറ്റവും ചലഞ്ചിങ് ആയിട്ടുള്ള 2 പ്രശ്നങ്ങളാണ് പോവർട്ടിയും അൺഎംപ്ലോയ്മെൻറ്റ്. ഇതിൽ അൺഎംപ്ലോയ്മെൻറ്റ് നമ്മൾ ഓൾറെഡി ഡീൽ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ പോവർട്ടി എന്ന് പറയുന്ന ആ ഒരു സെക്ഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. Poverty can be defined as a social phenomenon in which a section of the society is unable to fulfill even its basic necessities of life. ഓക്കെ, അപ്പോൾ പ്രധാനമായി പറഞ്ഞു കഴിഞ്ഞാൽ പോവർട്ടി നമ്മളൊന്ന് ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ ഇറ്റ്സ് എ സോഷ്യൽ ഫിനോമിനൻ. അതൊരു സാമൂഹിക പ്രതിഭാസമാണ്. ഇൻ വിച്ച് എ സെക്ഷൻ ഓഫ് ദ സൊസൈറ്റി, സമൂഹത്തിലെ ഒരു ഭാഗം, എല്ലാവരുമല്ല, ഒരു ഭാഗത്തിന് അവരുടെ ബേസിക് അടിസ്ഥാനമായ നീഡ്സ്, അടിസ്ഥാനമായ ആവശ്യകതകൾ പോലും നിറവേറ്റാനായിട്ട് സാധിക്കാത്ത ആ ഒരവസ്ഥയാണ് നമ്മൾ പോവർട്ടി അഥവാ ദാരിദ്ര്യം എന്ന് പറയുന്നത്. അപ്പോൾ എന്തൊക്കെയായിരിക്കും ഒരു മനുഷ്യന് അടിസ്ഥാനപരമായി വേണ്ടുന്ന 4 പ്രധാനപ്പെട്ട കാര്യങ്ങൾ? നമ്മളത് സ്കൂൾ കാലം തൊട്ട് പഠിക്കുന്നുണ്ട്. ഒന്ന് ഫുഡ്, കൃത്യമായി നമുക്ക് ആഹാരം ലഭിക്കുന്ന ആ ഒരവസ്ഥ. 2 വാട്ടർ, ശുദ്ധമായ ജലം കുടിക്കുന്നതിന് കിട്ടുന്ന 3 ഷെൽട്ടർ, മൂന്നാമത്തെ ഒരു പാർപ്പിടമാണ്. 4 മാന്യമായ വസ്ത്രങ്ങൾ. അപ്പോൾ പലർക്കും പല അഭിപ്രായം ഉണ്ടാകാം. ഇതിന് പകരമായിട്ടൊരു 5-ാമതായിട്ട് ഒരു ബേസിക് നീഡായിട്ടൊരു ജോലി പറയുന്നവരുണ്ടാകാം, അല്ലെങ്കിൽ സമാധാനത്തെ ഒരു മെൻ്റൽ ആസ്പെക്റ്റായിട്ട് സമാധാനത്തെ പറയുന്നവരുണ്ടാകാം. അത് നമ്മുടെ ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവ് അനുസരിച്ച്, വ്യൂ പോയിൻ്റ് അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. പക്ഷേ ഇത്രയുമാണ് 4 പ്രധാനപ്പെട്ട, വളരെ അടിസ്ഥാനപരമായി ഒരു മനുഷ്യന് വേണ്ടുന്ന 4 പ്രധാനപ്പെട്ട വസ്തുതകൾ. ആഹാരം, വസ്ത്രം, ജലം, പാർപ്പിടം തുടങ്ങിയ 4 എണ്ണമാണ് നമ്മൾ പൊതുവെ,
ഞാൻ വീണ്ടും പറയുകയാണ്, ഇത് ഓരോരുത്തരെ അനുസരിച്ച് ഇപ്പോൾ ഇത് കാണുന്ന എൻ്റെ കൂട്ടുകാർക്ക് ചിലപ്പോൾ പാർപ്പിടത്തേക്കാൾ ഉപരി എന്താണ് ജോലിക്കായിരിക്കും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നുണ്ടാവുക. അവർ പറയുകയാണെങ്കിൽ ജോലി ഉണ്ടെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും എന്താണ് നമ്മുടെ പൈസയ്ക്ക് എവിടെയെങ്കിലും നിന്നുകൂടെ, പാർപ്പിടം തന്നെ വേണമെന്നുണ്ടോ? പക്ഷേ അതിനെ ഒരു പാർപ്പിടമായിട്ടാണ് നമ്മൾ കരുതുന്നത്. ടെമ്പററി സ്റ്റേ ആണെങ്കിൽ കൂടി അതിനെ ഒരു സ്റ്റേ പ്ലേസ് ആയിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. അപ്പോൾ അതായത് കാലാവസ്ഥാ പ്രതിഭാസങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്നതിനായിട്ട്, അത് വെയിലും മഞ്ഞും കൊള്ളാതിരിക്കാനായിട്ടുള്ളൊരു പാർപ്പിടം. സോ അത് വളരെ നെസസറിയാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ 4 ബേസിക് നീഡ്സും, അതായത് ഈ പറഞ്ഞ 4 ബേസിക് നീഡ്സും ഫുൾഫിൽ ചെയ്യാൻ, അത് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റാത്ത സമൂഹത്തിലെ സെക്ഷനെയാണ് നമ്മൾ പോവേർട്ടി എന്ന് പറയുന്നത്. അഥവാ ദാരിദ്ര്യ അവസ്ഥയിൽ ജീവിക്കുന്ന മനുഷ്യർ എന്ന് പറയുന്ന ആരെയാണ്? സമൂഹത്തിൽ ഏതാണ് നമ്മൾ അടിസ്ഥാനപരമായ ആവശ്യങ്ങൾ പോലും നിറവേറ്റാൻ കഴിയാതിരിക്കുന്ന ജനവിഭാഗങ്ങളെയാണ് ദരിദ്രർ എന്ന് നമ്മൾ എന്ത് പറയുന്നത്, അഭിസംബോധന ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ പോവേർട്ടി എന്താണെന്ന് ഒന്നുകൂടെ പറയാം. Poverty can be defined as a social phenomenon. അതൊരു സാമൂഹിക പ്രതിഭാസമാണ്. In which a section of the society is unable to fulfill even its basic necessities of life. So basic necessities of life എന്നതിനെ കുറിച്ച്, അതായത് അടിസ്ഥാന ആവശ്യകതകൾ എന്തെന്നാണെന്നതിനെ കുറിച്ചുള്ള ഒരു ബോധം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവണം. എന്തൊക്കെയാണ്? ജലം, വസ്ത്രം, പാർപ്പിടം, അതുപോലെ തന്നെ എന്താണ് ഭക്ഷണം. ഓക്കെ, ഈ 4 കാര്യങ്ങളാണ് അടിസ്ഥാനപരമായ നീഡ്സായിട്ട് നമ്മൾ പൊതുവെ ഏറെക്കുറെ എല്ലാവരും അംഗീകരിച്ചിട്ടുണ്ട്. ഞാൻ വീണ്ടും പറയുകയാണ്, അത് ഡിസ്പ്യൂട്ടഡ് ആണ്. അതായത് ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവ് അനുസരിച്ച് എന്താണ് ഹാപ്പിനെസ്, എന്താണ് ബേസിക് നീഡ്സ് എന്നൊക്കെ എൻ്റെ അഭിപ്രായമായിരിക്കത്തില്ല ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ ഫ്രണ്ട്സിന് തോന്നുന്നത്. ഓക്കെ, അപ്പോൾ പ്രധാനമായി 2 തരത്തിൽ പോവേർട്ടി, there are 2 types of poverty. അതായത് 2 തരത്തിൽ ദാരിദ്ര്യത്തെ നമ്മൾ നിർവചിച്ചിട്ടുണ്ട്. അതിൽ നമുക്ക് ആദ്യത്തെ എന്താണെന്ന് നോക്കാം. ഒന്നാമത്തെയാണ് ആബ്സലൂട്ട് പോവേർട്ടി. അപ്പോൾ 2 തരത്തിൽ പോവേർട്ടി നിർവചിച്ചിട്ടുണ്ട്. അതിൽ ഒന്നാമത്താണ് ആബ്സലൂട്ട് പോവേർട്ടി. സോ ഇൻ ദിസ് പോവേർട്ടി മിനിമം ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ലൈക്ക് സിറിയൽസ്, പൾസസ്, മിൽക്ക്, ബട്ടർ എക്സെട്ര ഡിറ്റർമൈൻഡ് ഫോർ എ സബ്സിസ്റ്റൻസ് ലെവൽ ഓഫ് ലിവിങ് ആൻഡ് ദെൻ ദ പ്രൈസ് കൊട്ടേഷൻസ് ഓഫ് ദീസ് കമ്മോഡിറ്റീസ് ആർ ഒബ്റ്റൈൻഡ് ഫ്രം ദി മാർക്കറ്റ്. കൺവേർട്ട് ദിസ് കൊമ്മോഡിറ്റി ടു റിക്വയർമെൻറ്റ്സ് ഇൻ ടു മോണിറ്ററി ടേംസ്. അതായത് ഒരു മനുഷ്യന് അത്യാവശ്യമായി ഫുൾഫിൽ ചെയ്യാൻ വേണ്ടുന്ന സാധനങ്ങളുടെ ലിസ്റ്റ് എടുക്കും, എന്നിട്ട് അതിൻ്റെ മാർക്കറ്റ് വാല്യൂ കണക്കാക്കും. അതായത് ഇപ്പോൾ നമുക്കിപ്പോൾ വേണ്ടുന്ന ഈ ഒരു ദാരിദ്ര്യാവസ്ഥയിൽ മിനിമം ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ലൈക്ക് സിറിയൽസ്, പൾസസ്, മിൽക്ക്, ബട്ടർ എക്സെട്ര ഇതെല്ലാം മനുഷ്യ ജീവിതത്തിൽ വളരെയേറെ വേണ്ടുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇതിൽ ബട്ടർ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്ത് കളയാം. പക്ഷേ പാല്, അതുപോലെ തന്നെ സിറിയൽസ്, ധാന്യങ്ങൾ, പൾസസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ മനുഷ്യന് വളരെ അത്യന്താപേക്ഷിതമായിട്ട് വേണ്ടുന്ന കാര്യങ്ങളാണ്. അപ്പോൾ മനുഷ്യന് അത്യാവശ്യം വേണ്ടുന്ന ഇത്തരം ചുരുക്കം ചില സാധനങ്ങളുടെ ഒരു ലിസ്റ്റ് എടുക്കും. എന്നിട്ട് ഒരു ദിവസം ഒരു മനുഷ്യന് ഇതിൽ എത്ര ക്വാണ്ടിറ്റിയാണ് വേണ്ടത്, അതായത് ജീവൻ നിലനിർത്തുന്നതിനോ അല്ലെങ്കിൽ രോഗമില്ലാത്ത അവസ്ഥയിൽ ജീവിക്കുന്നതിന്, അതായത് 5 നേരം കഴിക്കാനൊന്നുമല്ല, അതായത് വയറിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ, താൽക്കാലികമായി സാറ്റിസ്ഫൈ ചെയ്യുന്നതിന് രീതിയിൽ ഇതിൽ എത്ര ക്വാണ്ടിറ്റിയാണ് ഒരു മനുഷ്യന് ഒരു ദിവസം വേണ്ടത്. അതായത് വിശപ്പറിയാത്ത ആ ഒരു അവസ്ഥ, അമിതമായി കഴിക്കുന്നതൊന്നും ഇതിനകത്ത് കൂട്ടില്ല. അതായത് നമ്മളിപ്പോൾ വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചതിന് ശേഷം പിന്നെ ഒന്ന് ഡെസേർട്ട് പോലെ കഴിക്കുന്ന ഒന്നിനകത്ത് ഉൾപ്പെടുത്തത്തില്ല. അതായത് വിശപ്പറിയാതിരിക്കാനുള്ള ആ ഒരു അവസ്ഥയ്ക്ക് വേണ്ടി ഒരു വ്യക്തിക്ക് ഇതിൽ എത്ര ക്വാണ്ടിറ്റിയാണ് വേണ്ടത്. ഓക്കെ, എത്ര നമ്മൾ നാഴിയിലൊക്കെ അല്ലേ അരിയുടെ കണക്ക് പറയുന്നത്. അപ്പോൾ ഉദാഹരണത്തിന് എത്ര നാഴി അരി സിറിയൽസ് വേണ്ടിയിട്ടാണ് ഒരു മനുഷ്യന് ഒരു നേരം വേണ്ടത്. അപ്പോൾ അങ്ങനത്തുള്ള കുറച്ച് കാര്യങ്ങളുടെ കണക്കെടുത്തിട്ട് അതിൻ്റെ മോണിറ്ററി വാല്യൂ അത്രയും എമൗണ്ടിന് മാർക്കറ്റ് വിലയിൽ എത്ര ആവും നോക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു വ്യക്തിക്ക് ഒരു ദിവസം 1 കിലോ അരി എന്ന് കണക്കാക്കുക. വെറുതെ ഒരു ഉദാഹരണം പറയുകയാണത്. ഒരു വ്യക്തിക്ക് ഒരു ദിവസം 1 കിലോ അരി. അപ്പോൾ ആ 1 കിലോ അരിക്ക് ആ സമയത്ത് മാർക്കറ്റ് നിരക്ക് എത്ര, കടയിൽ പോയി 1 കിലോ അരി വാങ്ങിയാൽ എത്ര രൂപ കൊടുക്കേണ്ടി വരും, മാർക്കറ്റ് റേറ്റ് എത്രയാണ് നമ്മൾ കണ്ടെത്തും. അത് മാത്രമല്ല, അരി മാത്രമല്ല, പിന്നീട് വരുന്ന പൾസസ്, മിൽക്ക് തുടങ്ങിയ കാര്യങ്ങളുടെ എല്ലാം ഇങ്ങനെ ഒരാൾക്ക് വേണ്ടുന്ന അളവും അതുപോലെ തന്നെ അതിൻ്റെ മാർക്കറ്റ് റേറ്റും കണ്ടെത്തിയിട്ട് അത്രയും തുക ആ ഒരു വ്യക്തിയുടെ കയ്യിലുണ്ടോ, അതായത് തനിക്ക് ബേസിക്കായിട്ട് വേണ്ടുന്ന ഭക്ഷണ പദാർത്ഥങ്ങളുടെ അത്രയും ഒരു മുടക്കാനായിട്ട് തുക ഇദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടോ എന്ന് കണക്കാക്കുന്നതാണ് ആബ്സലൂട്ട് പോവേർട്ടി എന്ന ആ ഒരു കോൺസെപ്റ്റ്. ഓക്കെ, സോ ഇൻ ദിസ് പോവർട്ടി മിനിമം ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്, ഞാൻ വീണ്ടും പറയുന്നു, മിനിമം ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആണ്. അതായത് വിശപ്പറിയാത്ത ആ ഒരു അവസ്ഥയാണ്. അല്ലാതെ വയറ് നിറച്ച് കഴിക്കുക, അതായത് ഒരുപാട് കഴിക്കുന്നതിൻ്റെ അല്ല, വിശപ്പ് അറിയാതിരിക്കാനുള്ള ആ ഒരു അവസ്ഥയ്ക്ക് വേണ്ടിയിട്ട് എത്ര കഴിക്കേണ്ടി വരുമോ അതിനാണ് മിനിമം ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. നമ്മൾ അര വയറ് നിറഞ്ഞു എന്നൊക്കെ നമ്മൾ പലപ്പോഴും സിനിമകളിലും സാഹിത്യങ്ങളിലും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു പദമാണ്. അപ്പോൾ അങ്ങനെ വിശപ്പറിയാത്ത രീതിയിൽ ജസ്റ്റ് ഒന്ന് വയറ് നിറയുന്നതിന് വേണ്ടിയിട്ടുള്ള അത്രയും മിനിമം ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഭക്ഷ്യധാന്യങ്ങളുടെയൊക്കെ എടുത്തിട്ട് അതിൻ്റെ മാർക്കറ്റ് വാല്യൂ കണക്കാക്കും. അത്രയും വാങ്ങാൻ ഇവരുടെ കയ്യിൽ പണമുണ്ടോ എന്നുള്ളതാണ് മെയിനായിട്ട് നോക്കുന്നത്. ഓക്കെ, സോ ആർ എക്സെട്ര ഡിറ്റർമൈൻഡ് ഫോർ എ സബ്സിസ്റ്റൻസ് ലെവൽ ഓഫ് ലിവിങ്. അതായത് സബ്സിസ്റ്റൻസ്, നിലനിന്ന് പോകുന്നതിനായിട്ടാണ് നമ്മൾ പറയുന്നത്, ഈ ഒരു ടേം ഉപയോഗിക്കുന്നത്. സബ്സിസ്റ്റൻസ്. സോ നിലനിന്ന് പോകുന്നതിനായിട്ടുള്ള ആ ഒരു ലെവൽ സാധനങ്ങളുടെ മോണിറ്ററി വാല്യൂ എടുത്തിട്ട് ആൻഡ് ദെൻ ദ പ്രൈസ് കൊട്ടേഷൻസ് ഓഫ് ദിസ് കൊമ്മോഡിറ്റീസ് ആർ ഒബ്റ്റൈൻഡ് ഫ്രം ദി മാർക്കറ്റ് കൺവേർട്ട് ദിസ് കൊമോഡിറ്റി ടു റിക്വയർമെൻറ്റ്സ് ഇൻ ടു ദ മോണിറ്ററി ടേംസ്. ധനപരമായ ആ ഒരു ടേമിലേക്ക്, അതായത് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ
രൂപയുടെ മൂല്യം കണക്കാക്കും ഈ സാധനങ്ങളുടെ. ഓക്കെ, by aggregating all the quantities included and its money value, a figure expressing per capita consumer expenditure is determined. അങ്ങനെ ഈ മുകളിൽ പറഞ്ഞ സാധനങ്ങളുടെ എല്ലാത്തിൻ്റെയും, അരി മാത്രമല്ല, അരി ഞാൻ ഉദാഹരണം പറഞ്ഞാണ്, അരി പോലെ എന്താണ് ചിലപ്പോൾ അതിലേറെ ചില പ്രദേശങ്ങളിൽ ഗോതമ്പായിരിക്കും, അല്ലെങ്കിൽ പച്ചക്കറി ആയിരിക്കും, പാലായിരിക്കും, മുട്ടയായിരിക്കും. അപ്പോൾ അങ്ങനെ വളരെ ബേസിക് ആയിട്ടൊരു മനുഷ്യന് വേണ്ടുന്ന ഈ ബട്ടർ നമുക്കൊന്ന് എക്സ്ക്ലൂഡ് ചെയ്ത് കളയാം. പക്ഷേ നോർത്ത് ഇന്ത്യയിൽ ബട്ടർ വളരെ പ്രധാനപ്പെട്ട, നമ്മളിപ്പം സൗത്ത് ഇന്ത്യയിൽ മലയാളികൾ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും അങ്ങനെ ബട്ടർ ഉപയോഗിക്കുന്ന വളരെ കുറവായിരിക്കും. പക്ഷേ മുകളിലേക്ക് പോകുമ്പോൾ നെയ്യ്, ബട്ടർ പോലത്തുള്ളതാണ് എന്ത് വടക്കേ ഇന്ത്യക്കാരുടെ വളരെ പ്രധാനമായ ആഹാരം. സോ അവിടെ നമുക്ക് വേണമെങ്കിൽ ബട്ടർ ഉൾപ്പെടുത്താം. അപ്പോൾ മെയിനായിട്ട് നോക്കുകയാണെങ്കിൽ ഇങ്ങനത്തുള്ള സാധനങ്ങളുടെ എല്ലാം അഗ്രിഗേറ്റ് എടുക്കും. എന്താണ് ബൈ അഗ്രിഗേറ്റിംഗ് ഓൾ ദ ക്വാണ്ടിറ്റീസ് ഇൻക്ലൂഡഡ് ആൻഡ് ഇറ്റ്സ് മണി വാല്യൂ, എ ഫിഗർ എക്സ്പ്രസിംഗ് പെർ ക്യാപിറ്റ കൺസ്യൂമർ എക്സ്പെൻഡിച്ചർ ഇസ് ഡിറ്റർമൈൻഡ്. അങ്ങനെ ഇത്രയും സാധനങ്ങൾ വാങ്ങുന്നതിനായിട്ട് ഒരു വ്യക്തിക്ക് എത്ര രൂപ ചിലവാകും എന്നതിൻ്റെ കണക്കെടുക്കും. ഓക്കെ, അതായത് വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആബ്സൊല്യൂട്ട് പോവർട്ടി ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു വ്യക്തിക്ക് ഒരു ദിവസം ജീവൻ നിലനിർത്തുന്നതിന് അല്ലെങ്കിൽ വളരെ ബേസിക്കായിട്ട് വേണ്ടുന്ന ഭക്ഷണ പദാർത്ഥങ്ങളുടെ എന്തെടുക്കും, എത്ര അളവെടുക്കും, ആദ്യം എടുക്കും. അതായത് ഞാനെന്ന വ്യക്തിക്ക് ഇന്നത്തെ ദിവസം എത്ര എൻ്റെ വയറിനൊന്ന് സാറ്റിസ്ഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ഓവറായിട്ടല്ല, മിനിമം ലെവലിൽ എൻ്റെ വയറിനെ സാറ്റിസ്ഫൈ, എൻ്റെ വിശപ്പിനെ സാറ്റിസ്ഫൈ ചെയ്യുന്നതിനായിട്ട് എത്ര ക്വാണ്ടിറ്റി സിറിയൽസ് അഥവാ ധാന്യങ്ങൾ വേണ്ടി വരും. അതുപോലെ തന്നെ മറ്റ് 3 നേരം ധാന്യം കഴിക്കണമെന്നില്ല. അതുപോലെ ഉച്ചക്കത്തേക്കുള്ള പച്ചക്കറി ആയാലും രാത്രിത്തേക്കുള്ള മുട്ടയാണെങ്കിലും അങ്ങനെ ഒരു ദിവസത്തേക്ക് എനിക്ക് വേണ്ടുന്ന ബേസിക് ക്വാണ്ടിറ്റീസ് ഓഫ് ഫുഡ്, ആഹാര പദാർത്ഥങ്ങളുടെ ക്വാണ്ടിറ്റിയുടെ ആ ഒരു ക്വാണ്ടിറ്റി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. എന്നിട്ട് അതിന് എത്രമാത്രം എന്താവും മാർക്കറ്റ് വാല്യൂ കണക്കാക്കും നമ്മൾ. അതായത് ആ ഒരു ക്വാണ്ടിറ്റിക്ക് മാർക്കറ്റിൽ എന്തോരം വിലയുണ്ടെന്ന് നമ്മൾ ഒന്ന് കണക്കാക്കി വെക്കും. അങ്ങനെ സിറിയൽസിൻ്റെയും പച്ചക്കറികളുടെയും മുട്ടയുടെയും എല്ലാത്തിൻ്റെയും വില കൂട്ടി വെച്ചിട്ട് അതുവഴി നമ്മൾ എന്ത് കണക്കാക്കും, ഒരു പെർ ക്യാപിറ്റ കൺസ്യൂമർ എക്സ്പെൻഡിച്ചർ കണക്കാക്കും. ഇത്രയുമാണ് ഒരു ദിവസത്തേക്ക് എൻ്റെ ചിലവ്. ഇത്രയും ഉണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യില്ല, വിശപ്പറിയാതെ സുഖമായിട്ട് കഴിയാം. എനിക്ക് എൻ്റെ വയറിൻ്റെ വിശപ്പറിയാതെ എന്താണ് ആ ഒരു ദാരിദ്ര്യാവസ്ഥയിൽ നിന്ന് ഞാൻ മുക്തനാണ്. എന്തുണ്ടെങ്കിൽ അത്രയും മുടക്കാൻ എൻ്റെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം. The population whose level of income is below this figure. പക്ഷേ എപ്പോഴാണോ ഈ ഒരു അടിസ്ഥാനപരമായ ആഹാരത്തിൻ്റെ കാര്യം നിർവഹിക്കാനായി നമ്മുടെ പണമില്ലാത്തത്, അവരെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പോവേർട്ടി ലൈനിന് താഴെയായിട്ടുള്ളത്, അതായത് BPL കാറ്റഗറിയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ ആബ്സൊല്യൂട്ട് പോവേർട്ടി ഇത്രയേ ഉള്ളൂ, ഒരു ദിവസം വേണ്ടുന്ന അത്യാവശ്യമായി വേണ്ടുന്ന മിനിമം ലെവലിലുള്ള, ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുകയാണ്, നമ്മളെ വിശപ്പിനെ ഒന്ന് ശമിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള അളവ് മാത്രം, അത്രയും അളവിൻ്റെ സാധനങ്ങളുടെ മോണിറ്ററി വാല്യൂ, പണത്തിൻ്റെ അതായത് മാർക്കറ്റ് റേറ്റ് നമ്മൾ എടുത്തിട്ട് അതെല്ലാം കൂടെ കൂട്ടിയിട്ട് നമുക്ക് ഒരു ദിവസം വേണ്ടുന്ന ആഹാരങ്ങളുടെ എല്ലാ റേറ്റും കൂട്ടിയിട്ട് നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യും, പെർ ക്യാപിറ്റ കൺസ്യൂമർ എക്സ്പെൻഡിച്ചർ, ചിലവ്, ആ ഒരു കൺസ്യൂമറിന് ഒരു ദിവസം വേണ്ടുന്ന ചിലവ് നമ്മൾ കണക്കാക്കും. അപ്പോൾ ആ ഒരു ചിലവ്, ഇത്രയും ചിലവ് ചെയ്യാനായിട്ട് നമ്മുടെ കയ്യിൽ പണം ഉണ്ടെങ്കിൽ എന്താണ്, നമ്മൾ പോവർട്ടിയുടെ മുകളിലാണ്. പക്ഷേ ദോസ് പോപ്പുലേഷൻ ഹൂസ് ലെവൽ ഓഫ് ഇൻകം ഓർ എക്സ്പെൻഡിച്ചർ ഈസ് ബിലോ ദിസ് ഫിഗർ, അത്രയും മുടക്കാൻ കഴിവില്ലാത്തവരെയാണ് നമ്മൾ എന്ത് പറയുന്നത്, BPL അഥവാ ബിലോ പോവർട്ടി ലൈൻ. നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളൊരു ടേമാണിത്. കേരളത്തിൽ റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട് പലപ്പോഴും നമ്മളെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടാവും. BPL കാറ്റഗറി ആണോ APL കാറ്റഗറി ആണോ, അങ്ങനെ പൊളിറ്റി പഠിക്കുമ്പോഴൊക്കെ നമ്മൾ എന്ത് പറയും, ഈ ഒരു ടേം ഡിസ്കസ് ചെയ്യും. സോ ബിലോ പോവർട്ടി ലൈൻ, അപ്പോൾ അത്രയും മുടക്കാൻ കഴിവില്ലാത്ത ആ ഒരു സെക്ഷനെയാണ്, മുടക്കാൻ അവരുടെ ഇല്ലാത്ത സാമ്പത്തികമായ ശേഷിയില്ലാത്ത ആ ഒരു വിഭാഗത്തെയാണ് ബിലോ പോവർട്ടി ലൈൻ, ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയുള്ള ജനവിഭാഗം എന്ന് നമ്മളും സർക്കാരും ഒരുപോലെ എന്ത് പറയുന്നത്, രേഖപ്പെടുത്തുന്നത്. ഓക്കെ, അപ്പോൾ ആബ്സൊല്യൂട്ട് പോവർട്ടി ഒന്നുകൂടെ പറയാം, സിമ്പിളാണ്. ഒരു ദിവസം ഒരു മനുഷ്യന് വേണ്ടുന്ന, അതായത് സസ്റ്റെയിൻ ചെയ്യാനായിട്ട്, ജീവിക്കുന്നതിനാവശ്യമായ ഭക്ഷണ പദാർത്ഥങ്ങളുടെ ഒരു ക്വാണ്ടിറ്റി എടുക്കും. അതേ ക്വാണ്ടിറ്റി മാർക്കറ്റിൽ എത്ര രൂപയാവും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. അങ്ങനെ എല്ലാ ക്വാണ്ടിറ്റികളിലും, അതായത് എല്ലാ വിലയും, അരിയാകട്ടെ, ഗോതമ്പാകട്ടെ, പാലാകട്ടെ, മുട്ടയാകട്ടെ, അങ്ങനെ എല്ലാ ഐറ്റത്തിൻ്റെയും ഒരു ലിസ്റ്റ് കൂട്ടിയെടുത്ത് 160 രൂപ ഉണ്ടെങ്കിൽ ഒരു ദിവസം എന്താണ്, വിശപ്പറിയാതെ ആരോഗ്യപരമായി ജീവിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഈ 160 രൂപ മുടക്കാനില്ലാത്ത, 160 രൂപ ഉദാഹരണം പറയുന്നതാണ്, 160 രൂപ മുടക്കാനില്ലാത്ത വ്യക്തികളെയാണ് ബിലോ പോവർട്ടി ലൈൻ, ദാരിദ്ര്യരേഖയ്ക്ക് താഴെ എന്ന് എന്ത് ചെയ്യുന്നത്, കണക്കാക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിന് മുകളിലുള്ളവർ എബോ പോവർട്ടി ലൈൻ അഥവാ എന്താണ്, ദാരിദ്ര്യരേഖയ്ക്ക് മുകളിലുള്ളവരെന്ന് കണക്കാക്കും. So the reason to determine poverty on the basis of consumption expenditure is instead of income is that dependent people like children and senior citizen also consume even though they are not earning. അപ്പോൾ നിങ്ങൾക്ക് പ്രധാനമായി സംശയം തോന്നുന്നത് എന്തുകൊണ്ടായിരിക്കും നമ്മുടെ ചെലവിനെ ബേസ് ചെയ്ത് ഈ ഒരു മെത്തഡോളജി കണ്ടുപിടിച്ചിരിക്കുന്നത്? ഒരാളുടെ വരവിനെ ബേസ് ചെയ്തിട്ടല്ലേ അയാൾ ദരിദ്രനാണോ പണക്കാരനാണോ നമ്മൾ നോക്കുന്നത്? നമ്മൾ ഒരു ന്യായമായിട്ടൊരു സംശയം തോന്നാവുന്നതാണ്. എന്തുകൊണ്ട് ഇവിടെ ഞാൻ ചിലവ്, അത് ഞാനല്ല, ആബ്സൊല്യൂട്ട് പോവർട്ടിയിൽ എന്തുകൊണ്ടാണ് ചിലവിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഇങ്ങനെ ഒരു പോളിസി ഫോർമുലേറ്റ് ചെയ്തിരിക്കുന്നത്? എന്തുകൊണ്ട് വരവിനെ ആശ്രയിക്കുന്നില്ല? അതിന് കാരണമുണ്ട്.
ദ റീസൺ ടു ഡിറ്റർമൈൻ പോവർട്ടി ഓൺ ദ ബേസ് ഓഫ് കൺസംഷൻ എക്സ്പെൻഡിച്ചർ. അതായത് നമ്മൾ എന്തുമാത്രം കഴിക്കുന്നു എന്നുള്ളതിൻ്റെ ചിലവിൻ്റെ പേരിൽ പോവർട്ടി, ദാരിദ്ര്യത്തെ അടിസ്ഥാനമാക്കുന്നതിന് അഥവാ കണക്ക് കൂടുന്നതിനൊരു കാരണമുണ്ട്. ഇൻസ്റ്റെഡ് ഓഫ് ഇൻകം, അതായത് വരുമാനത്തെക്കാളേറെ ഇങ്ങനെ ഒരു നമ്മൾക്ക് വരുന്ന ചിലവിനെ അടിസ്ഥാനപ്പെടുത്തി പോവർട്ടി അഥവാ ദാരിദ്ര്യത്തിൻ്റെ കണക്ക് നിർണ്ണയിക്കുന്നതിനുള്ള പ്രധാന കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിപ്പെൻഡൻറ്റ് പീപ്പിൾ ലൈക്ക് ചിൽഡ്രൻ ആൻഡ് സീനിയർ സിറ്റിസൺ ഓൾസോ കൺസ്യൂം ഈവൻ ദോ ദേ ആർ നോട്ട് ഏണിംഗ്. അതായത് പോപ്പുലേഷൻ്റെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഏണിംഗ് പോപ്പുലേഷനും ഉണ്ട്, നോൺ ഏണിംഗ് പോപ്പുലേഷനും ഉണ്ട്. അതായത് നമ്മുടെ ജനവിഭാഗത്തിനിടയിൽ കുട്ടികൾ 0 മുതൽ 18 വയസ്സ് വരെ പ്രായമുള്ള, അതായത് ജനിച്ച വീണ കുഞ്ഞു മുതൽ 18 വയസ്സ് വരെയുള്ള, 18 വയസ്സിന് മുമ്പ് ഏൺ ചെയ്യുന്നവരുണ്ടാകും. പക്ഷേ പൊതുവേ നമ്മൾ പറയുകയാണെങ്കിൽ ചിൽഡ്രൻ, കുട്ടികൾ എന്ന കാറ്റഗറി എന്ത് ചെയ്യുന്നില്ല, അവർ സമ്പാദിക്കുന്നില്ല, പക്ഷേ അവർ എന്ത് ചെയ്യുന്നുണ്ട്, കൺസ്യൂം ചെയ്യുന്നുണ്ട്. അവർക്ക് ഭക്ഷണം കഴിക്കാതിരിക്കാൻ പറ്റുമോ ഏൺ ചെയ്യുന്നില്ല എന്ന് കരുതി? പറ്റില്ല. അവരെന്ത് ചെയ്യും, കൺസ്യൂം ചെയ്യും. അപ്പോൾ അവിടെ എന്ത് വരുന്നുണ്ട്, ചിലവ് വരുന്നുണ്ട്. അവിടെ വരവില്ല, എന്താണുള്ളത്, ചിലവാണുള്ളത്. സോ അത് ഇമ്പോർട്ടൻറ്റ് ഫീച്ചറാണ്. കുട്ടികൾക്ക് എന്തില്ല, കുട്ടികൾക്ക് ശമ്പളമില്ല അഥവാ വരുമാനമില്ല, പക്ഷേ അവരുടെ കൺസംഷൻ എക്സ്പെൻഡിച്ചർ ബാക്കിയുള്ളവരെ പോലെ തന്നെയാണ്. കഴിക്കുന്ന ഫുഡിൻ്റെ അളവ് കുറവാണെന്നേ ഉള്ളൂ, പക്ഷേ എന്തുണ്ട്, അവിടെയും കൺസംഷൻ എക്സ്പെൻഡിച്ചർ ഉണ്ട്. ചിലവ്, ആ ഒരു വ്യക്തിക്ക് വേണ്ടുന്ന ഭക്ഷണത്തിൻ്റെ ചിലവ് അതുപോലെ തന്നെ നിൽക്കുകയാണ്. അതുപോലെ തന്നെയാണ് സീനിയർ സിറ്റിസൺസ്, അതായത് വാർദ്ധക്യത്തിൽ ജീവിക്കുന്ന വ്യക്തികൾ, അതായത് റിട്ടയർ ചെയ്തവരാകാം അല്ലെങ്കിൽ വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾ മൂലം ഉള്ളവരാകാം. സോ അവരെന്ത് ചെയ്യുന്നില്ല, അവരൊരു 60 വയസ്സിന് 65 വയസ്സിന് മുകളിലുള്ള പോപ്പുലേഷൻ എന്ത് ചെയ്യുന്നില്ല, ഏൺ ചെയ്യുന്നില്ല. പക്ഷേ അവർക്കും എന്തുണ്ട്, കൺസംഷൻ എക്സ്പെൻഡിച്ചർ ഉണ്ട്. മരുന്നിൻ്റെ രൂപത്തിലും ആഹാരത്തിൻ്റെ രൂപത്തിലും ഹോസ്പിറ്റൽ എക്സ്പെൻസസിൻ്റെ രൂപത്തിലും എന്തുണ്ട്, അവർക്കും എക്സ്പെൻഡിച്ചേഴ്സ് ഉണ്ട്. സോ അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ഇങ്ങനത്തുള്ള കുറച്ച് ക്രൈറ്റീരിയാസ് കാരണമാണ് എന്ത്, നമ്മൾ വരവ് ഒരിക്കലും നമ്മുടെ പോവർട്ടിയുടെ എന്തായിട്ട് കണക്കൂട്ടലായിട്ട് എടുക്കാനായിട്ട് സാധിക്കാത്തത്. കാര്യം എല്ലാവർക്കും വരവ് ഉണ്ടാവില്ല. ഓക്കെ, പക്ഷേ ചിലവ്, അതായത് ഒരു വ്യക്തിയുടെ ചിലവ് നോക്കിയിട്ടാണ് നമ്മൾ പ്രധാനമായിട്ടും ദാരിദ്ര്യത്തെ ആബ്സൊല്യൂട്ട് പോവർട്ടിയിൽ കണക്കാക്കുന്നത്. ഇനി ഇതിന് ഒരു കാരണം കൂടിയുണ്ട്. വൺ മോർ റീസൺ ഈസ് ഈവൻ ദോ ഇൻകം ഈസ് ലെസ് പീപ്പിൾ മേ കൺസ്യൂം മോർ വിത്ത് ദ ബാക്കപ്പ് ഓഫ് അസറ്റ് ഓർ ബൈ ബോറോയിങ്. ഇറ്റ് ഷോസ് ദെയർ എബിലിറ്റി ടു കൺസ്യൂം ആൻഡ് ഹാവ് എ ഡീസൻറ്റ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്. പിന്നെ പ്രധാനമായും നമ്മുടെ മനുഷ്യരുടെ ഒരു ടെൻഡൻസി എന്ന് പറഞ്ഞാൽ നമ്മൾ വരുമാനത്തിനൊത്ത ജീവിതശൈലി ആയിരിക്കില്ല പലരും കണക്ക് കൂട്ടുന്നത് അഥവാ കാഴ്ചവെക്കുന്നത്. ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു വീട് പണിയാനാണെങ്കിൽ നമ്മുടെ മലയാളികൾക്കൊരു ഇതാണ്, തമിഴ്നാട്ടുകാരെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ വീടിന് ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്ന ഒരു ജനവിഭാഗമാണ് നമ്മൾ. പക്ഷേ നമ്മളെ തൊട്ട സംസ്ഥാനമായ തമിഴ്നാട്ടിൽ ലിക്വിഡ് അസറ്റ്സിന്, അതായത് കൂടുതൽ ഭൂമി അതുപോലെ തന്നെ ലിക്വിഡായിട്ടുള്ള അസറ്റ്സിനാണ് അവർ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. വീടുകൾ നോക്കിക്കഴിഞ്ഞാൽ അവർ വീടുകൾക്ക് അധികം പ്രാധാന്യം കൊടുക്കാറില്ല. പൊതുവെ തമിഴ്നാട് പോലത്തുള്ള ഏരിയാസ് സന്ദർശിച്ചവർക്കറിയാം എന്താണ്, കുഞ്ഞു കുഞ്ഞു വീടുകളാണ് അവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. പക്ഷേ കേരളത്തിന് നേരെ മറിച്ചാണ്. ഭവനം എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരും ഒരു പ്രസ്റ്റീജ് ഇഷ്യൂ ആയിട്ടുള്ളൊരു മെൻറ്റാലിറ്റി കേരളത്തിന് പൊതുവേ ഉണ്ട്. അപ്പോൾ നമ്മൾ എന്തായാലും ഒരു വീട് ആഴ്ചയിൽ ഒരിക്കലല്ലേ, വൺസ് ഇൻ എ ലൈഫ് ടൈം ആണ് എന്ത് വീടെന്നൊക്കെ പറയുന്ന എല്ലാവരുടെ ഒരു സ്വപ്നമാണ്. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യില്ല, ആ സമയത്ത് പിശുക്ക് കാണിക്കില്ല, എന്തായാലും വെക്കുന്നതല്ലേ, കുറച്ചൊന്ന് നമുക്കൊന്ന് ലാവിഷായി കളയാം എന്നൊരു മെൻറ്റാലിറ്റി ഉണ്ട്. ഞാൻ ആരെയും കുറ്റപ്പെടുത്തിയെന്ന് പറയല്ല, പൊതുവേ കണ്ടുവരുന്നൊരു മെൻറ്റാലിറ്റി എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ എന്ത് ചെയ്യും, ഇപ്പോൾ 1 ലക്ഷം രൂപ അല്ലെങ്കിൽ ഒരു 60,000 രൂപ അല്ലെങ്കിൽ ഒരു 30,000 രൂപ മാസം വരുമാനമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ കൂടി എന്ത് ചെയ്യും, വീട് വെക്കുന്ന സമയത്ത് കുറച്ചുകൂടി കടം വാങ്ങിയിട്ടെങ്കിലും സ്പെൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കും. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, പലരുടെയും ലൈഫ് സ്റ്റൈൽ ഇൻകത്തിനനുസരിച്ചുള്ളതായിരിക്കത്തില്ല അവരുടെ സ്പെൻഡിങ് വരിക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇൻകത്തെ മാത്രം ആശ്രയിച്ച് നിൽക്കാനായിട്ട് സാധിക്കില്ല. ഇപ്പോൾ വേറൊരു ഉദാഹരണം പറയാം. ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയുടെ ജോലി പെട്ടെന്ന് നഷ്ടമായി, അല്ലെങ്കിൽ എന്തൊക്കെയോ ടെക്നിക്കൽ ഗ്ലിച്ചസ് ഉണ്ട്, അദ്ദേഹത്തിന് സാലറി വരുന്നില്ല. ഈ സാലറി വരുന്നവർ അദ്ദേഹം കഴിക്കാതിരിക്കുമോ, അദ്ദേഹത്തിൻ്റെ എക്സ്പെൻസസ് അദ്ദേഹം മീറ്റ് ചെയ്യാതിരിക്കുമോ? ഇല്ല, അദ്ദേഹം ഭക്ഷണം കഴിക്കും, ഡ്രസ്സ് വാങ്ങും, പെട്രോൾ അടിക്കും, അതുപോലെ തന്നെ ഇൻ്റർനെറ്റിന് പൈസ അടയ്ക്കും, പത്രം വാങ്ങും, അതുപോലെ തന്നെ കേബിൾ ടി വിക്ക് പൈസ അടയ്ക്കും. സോ ഇൻകം എന്ന് പറഞ്ഞാൽ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ആണെങ്കിൽ തന്നെ ചിലവിനെ അപേക്ഷിച്ച് അത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. കാര്യം ഇൻകം ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, കടം വാങ്ങിയെങ്കിൽ നമ്മൾ എക്സ്പെൻഡിച്ചർ നടത്തും. ഇപ്പോൾ തൽക്കാലം പെട്ടെന്ന് ജോലി നഷ്ടമായ ഒരു വ്യക്തിക്ക് 2 മാസത്തേക്ക് ശമ്പളം ഇല്ലെന്നിരിക്കട്ടെ, ഈ 2 മാസത്തേക്ക് കഴിക്കാതിരിക്കുകയാണോ ഇൻകം ഇല്ലെന്ന് കരുതി? ഒരിക്കലുമല്ല. പാസ്റ്റ് സേവിങ്സിന്നോ അല്ലെങ്കിൽ പുതുതായിട്ട് കടമെടുത്തോ എന്ത് ചെയ്യും, അദ്ദേഹത്തിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റും. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തുള്ള കുറച്ച് കാര്യങ്ങൾ കൊണ്ടാണ് എന്തുകൊണ്ട് ആബ്സൊല്യൂട്ട് പോവർട്ടിയിൽ വരവിനേക്കാളേറെ ചിലവിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഇങ്ങനെ ഒരു പോളിസി ഫോർമുലേറ്റ് ചെയ്തതിൻ്റെ ഒരു കാരണമാണ് പറയുന്നത്. സോ ആബ്സൊല്യൂട്ട് പോവർട്ടി എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്, ഇത്രയേ ഉള്ളൂ. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തിക്ക് ഒരു ദിവസത്തേക്ക് വേണ്ടുന്ന വളരെ ആവശ്യമായ വസ്തുക്കളുടെ മോണിറ്ററി വാല്യൂ, അതായത് ഭക്ഷണ സാധനങ്ങളുടെ മാർക്കറ്റ് വാല്യൂ എടുത്തിട്ട് അത്രയും കൂട്ടിയിട്ട് ഒരു പെർ ക്യാപിറ്റ കൺസ്യൂമർ എക്സ്പെൻഡിച്ചർ, അതായത് ഒരു വ്യക്തിക്ക് ഡീസൻ്റ് ആയിട്ട്, അതായത് വയറ് നിറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ദിവസം ആവശ്യമായ തുക, അതാണ് പെർ ക്യാപിറ്റ കൺസംഷൻ എക്സ്പെൻഡിച്ചർ ഓർ കൺസ്യൂമർ എക്സ്പെൻഡിച്ചർ. ആ ഒരു തുകയ്ക്ക് മുടക്കാൻ കഴിവില്ലാത്ത ജനവിഭാഗത്തെയാണ് ബിലോ പോവർട്ടി ലൈൻ അഥവാ BPL എന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിന് മുകളിൽ സ്പെൻഡ് ചെയ്യാനുള്ള ആ ഒരു ജനവിഭാഗത്തെയാണ്, സെക്ഷൻ ഓഫ് ദ സൊസൈറ്റിയാണ് നമ്മൾ APL അഥവാ എബോ പോവർട്ടി ലൈൻ എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ,
പിന്നെ നമ്മൾ പറഞ്ഞ രണ്ട് പ്രധാനപ്പെട്ട എന്തുകൊണ്ട് ചിലവിനെ ആബ്സലൂട്ട് പോവേർട്ടിയിൽ ഇപ്പോൾ പ്രധാനമായി വരുമാനത്തെ അപേക്ഷിച്ചാണ് പൈസ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ നമ്മൾ നോക്കുന്നത്. പക്ഷേ ഒരു എക്കണോമിക്സിൻ്റെ കണ്ണിൽ നോക്കുമ്പോൾ ഇൻകം മാത്രം വെച്ച് പോവേർട്ടി ദാരിദ്ര്യത്തെ അളക്കുമ്പോൾ ചില പ്രശ്നങ്ങളുണ്ട്. ഒന്നാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻകം ഒരു ജനസംഖ്യയുടെ എല്ലാവരും ഏൺ ചെയ്യണമെന്നില്ല. നമ്മുടെ ജനസംഖ്യയിൽ തന്നെ നല്ലൊരു ശതമാനമാണ് കുട്ടികളും അതുപോലെ തന്നെ എൽഡർ സിറ്റിസൺസും വരുന്ന ആ ഒരു കാറ്റഗറി. അപ്പോൾ അവർക്ക് ഏണിംഗ് ഇല്ല, പക്ഷേ എന്തുണ്ട്, കൺസംഷൻ ഉണ്ട്. അതുപോലെ തന്നെയാണ് താഴത്തെ രണ്ടാമത്തെ കേസിൽ നമ്മൾ പറഞ്ഞ എന്താണ്, ബോറോയിങ്ങിനേക്കാൾ ഏറെ എന്തുണ്ട്, എക്സ്പെൻഡിച്ചറിന് പ്രാധാന്യമുണ്ട്. കാരണം ഇൻകത്തിനനുസരിച്ചുള്ള ലൈഫ് സ്റ്റൈൽ ആയിരിക്കില്ല പലരും നല്ല ഭൂരിഭാഗം പേരും എന്ത് ചെയ്തില്ല, ലോണൊക്കെ നമ്മൾ എടുക്കാറുണ്ട്. നമ്മളെപ്പോഴും കയ്യിലുള്ള പൈസ വെച്ച് മാത്രമല്ല നമ്മുടെ എക്സ്പെൻഡിച്ചേഴ്സ്. കാറ് വാങ്ങുന്നതാണെങ്കിൽ ലോങ് ടേം ആയിട്ടുള്ള വസ്തുക്കൾ വാങ്ങുന്നതൊന്നും ഓക്കെ നമ്മൾ ബാങ്ക് ലോൺസിനെ അതുപോലെ തന്നെ മറ്റ് വായ്പകളെയൊക്കെ ആശ്രയിച്ചാണ് നമ്മൾ ലൈഫ് മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. ഓക്കെ, സോ ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ്, ഇത് രണ്ട് കാരണങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ, ഇനി ഒട്ടേറെ കാരണങ്ങളുണ്ട്. പക്ഷേ നമുക്ക് ഈ ഒരു കോൺസെപ്റ്റ് ക്ലാരിറ്റി കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഈ രണ്ട് കാരണങ്ങൾ ധാരാളമാണ്. So these are the two reasons why expenditure is considered as more important while estimating poverty rather than relying entirely on income. അതായത് ഇൻകത്തെ കൂടുതൽ ബേസ് ചെയ്യുന്നതിൽ നിന്ന് എന്താണ്, ഇൻകത്തെ ബേസ് ചെയ്തതിനേക്കാൾ എക്സ്പെൻഡിച്ചറിന് പ്രാധാന്യം കൊടുക്കുന്നതിൻ്റെ രണ്ട് പ്രധാനപ്പെട്ട കാരണങ്ങൾ ഇവയൊക്കെയാണ്. ഇനി രണ്ടാമത്തെ കൈൻഡ് ഓഫ് പോവേർട്ടിയാണ് റിലേറ്റീവ് പോവേർട്ടി. അപ്പോൾ ആബ്സലൂട്ട് പോവേർട്ടി നമ്മൾ കഴിഞ്ഞു. അടുത്താണ് റിലേറ്റീവ് പോവേർട്ടി. റിലേറ്റീവ് എന്ന് പറഞ്ഞാൽ വാക്കിനർത്ഥം എന്താ, അത് വ്യത്യസ്തമായ അവസ്ഥയാണ്. ഓക്കെ, അപ്പോൾ എന്നെ സംബന്ധിച്ച് എന്നോട് ചോദിക്കുക എന്താണ് ഹാപ്പിനെസ്, നമ്മൾ സണ്ണി വൈൻ്റെ സ്റ്റാറ്റസ് ഒക്കെ കാണുന്ന കണക്ക് വാട്ട് ഈസ് യുവർ ഹാപ്പിനെസ് എന്ന് ചോദിക്കും. ഞാൻ പറയാം അത് റിലേറ്റീവാണ്. കാര്യം എൻ്റെ ഹാപ്പിനെസ് ആയിരിക്കത്തില്ല മറ്റൊരാൾക്ക്. ഓക്കെ, അല്ലെങ്കിൽ വാട്ട് ഈസ് യുവർ കോൺസെപ്റ്റ് അബൌട്ട് യൂണിഫോം സിവിൽ കോഡ്. ഇപ്പോൾ ഇന്ത്യയിൽ നടപ്പിലാക്കാൻ പോകുന്ന ഏകീകൃത സിവിൽ കോഡിനെ കുറിച്ച് എൻ്റെ ഒപ്പീനിയൻ എന്താണ്. അപ്പോൾ എൻ്റെ ഒപ്പീനിയൻ പറയുന്നതിനിടയ്ക്ക് ഞാൻ പറയാം അത് റിലേറ്റീവ് ആയിട്ടുള്ള കോൺസെപ്റ്റാണ്. അപ്പോൾ എൻ്റെ അഭിപ്രായമായിരിക്കത്തില്ല മറ്റൊരാൾക്ക്. സോ റിലേറ്റീവ് പോവേർട്ടി എന്ന് പറഞ്ഞ വാക്ക്, റിലേറ്റീവ് എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ മനസ്സിൽ ഉറപ്പിക്കണം ഇറ്റ് ഈസ് അബൌട്ട് കമ്പയറിങ്. ഒന്നോ രണ്ടോ അതിലധികമോ ആൾക്കാരെ തമ്മിൽ കമ്പയർ ചെയ്യുന്നതിനെയാണ് റിലേറ്റീവ് എന്ന വാക്ക് എപ്പോഴും ഉപയോഗിക്കുക. ഓക്കെ, രണ്ട് പേരുടെ കമ്പാരിസൺ ആണ്. ഓക്കെ, ഞാൻ ഇപ്പോൾ പറഞ്ഞില്ല എൻ്റെ അഭിപ്രായമല്ല അയാൾക്കെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ എന്താണ് ഞാൻ ചെയ്തത്, രണ്ട് പേരുടെ തമ്മിൽ കമ്പയർ ചെയ്യുകയല്ലേ ചെയ്തത്. സോ റിലേറ്റീവ് എന്ന വാക്ക് എപ്പോൾ കണ്ടാലും എന്ത് ചെയ്യണം, രണ്ട് പേരുടെ തമ്മിലുള്ള കമ്പാരിസൺ അല്ലെങ്കിൽ ഒന്നിലധികം ഇൻഡിവിജ്വൽസ് അവിടെ ഉണ്ട് എന്നത് നമ്മൾ ആദ്യമേ മനസ്സിൽ ഉറപ്പിക്കണം. ഓക്കെ, അപ്പോൾ എങ്ങനെയായിരിക്കാം റിലേറ്റീവ് പോവേർട്ടിയുടെ ആ ഒരു പോക്ക് നമുക്ക് നോക്കാം. In this case, income or consumption distribution of the population is different percentile groups is estimated and a comparison of the levels of living of the top. സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെയാണ്, വ്യത്യസ്ത ജനവിഭാഗങ്ങളുടെ വരുമാനത്തെ തമ്മിൽ കമ്പയർ ചെയ്യുകയാണ്. ഇൻ ദിസ് കേസ് ദ ഇൻകം ഓർ കൺസംഷൻ ഡിസ്ട്രിബ്യൂഷൻ, വരുമാനം അല്ലെങ്കിൽ ചെലവ് ആരുടെ, ഓഫ് ദി പോപ്പുലേഷൻ ഇൻ ഡിഫറെൻറ്റ് പെർസെൻറ്റൈൽ ഗ്രൂപ്പ്സ്, പല വ്യത്യസ്ത അവസ്ഥയിൽ കഴിയുന്ന വ്യക്തികളുടെ ജനവിഭാഗങ്ങളുടെ വരുമാനം അല്ലെങ്കിൽ ചെലവുകളുടെ ആ ഒരു കണക്കുകൾ തമ്മിൽ കമ്പയർ ചെയ്യുകയാണ് റിലേറ്റീവ് പോവർട്ടിയിൽ ചെയ്യുന്നത്. 5 to 10% വിത്ത് ദ ബോട്ടം 5 to 10% പോപ്പുലേഷൻ റിഫ്ലക്ട്സ് ദ റിലേറ്റീവ് സ്റ്റാൻഡേർഡ്സ് ഓഫ് പോവർട്ടി. അതായത് ഏറ്റവും താഴത്തെ 5 മുതൽ 10% വരെ ആൾക്കാരുടെയും അതുപോലെ തന്നെ ഏറ്റവും മുകളിലുള്ള വരുമാനം ഏറ്റവും മുകളിലുള്ള 5 മുതൽ 10% വരെ ആൾക്കാരുടെയും ആ ഒരു ഇൻകം തമ്മിൽ കമ്പയർ ചെയ്യുകയാണ് ചെയ്യുന്നത്, റിലേറ്റീവ് പോവർട്ടി എന്ന് പറയുന്ന ഈ ഒരു ആസ്പെക്റ്റിൽ കൃത്യമായി ചെയ്യുന്നത്. അപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. റിലേറ്റീവ് പോവർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, രണ്ട് വ്യത്യസ്തപരമായ ഗ്രൂപ്പുകളുടെ വരുമാനത്തിൻ്റെ കാര്യത്തിലും ചെലവിൻ്റെ കാര്യത്തിലും വ്യത്യസ്തമായി സമൂഹത്തിൻ്റെ ആ ഒരു തട്ടിൽ മുകളിലും താഴെയും നിൽക്കുന്ന 5 തൊട്ട് 10% ഒരു ഉദാഹരണം പറയുകയാണ്. ചിലപ്പോൾ 20% എടുക്കാം, ആദ്യത്തെ 20%, അവസാനത്തെ 20%, അല്ലെങ്കിൽ വെറും 5% മാത്രം എടുക്കാം. അപ്പോൾ എങ്ങനെ നോക്കിയാലും ആദ്യത്തെ മുകൾ തട്ടിൽ നിൽക്കുന്ന കുറച്ച് പേരെയും അതുപോലെ തന്നെ ഏറ്റവും താഴെ തട്ടിൽ നിൽക്കുന്ന കുറച്ച് പേരെയും തമ്മിലുള്ള ഇൻകത്തിൻ്റെ ഡിഫറൻസ്, ആ ഒരു അന്തരമാണ് എന്ത് പറയുന്നത്, റിലേറ്റീവ് പോവർട്ടി കണക്കാക്കുന്നത്. ഹിയർ എ പേഴ്സൺസ് ഇൻകം ഓർ കൺസംഷൻ മേ ബി എബവ് ദ പോവർട്ടി ലൈൻ ബട്ട് ഹി ഹാപ്പൻസ് ടു ബി പുവർ ഇൻ കമ്പാരിസൺ വിത്ത് ദ പേഴ്സൺ ഹൂസ് ഇൻകം ഓർ കൺസംഷൻ ഈസ് എബവ് ഓർ ഹിസ് ഓർ ഹെർ. അപ്പോൾ ഇവിടെ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ നമ്മൾ പോവർട്ടി ലൈൻ എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് പഠിച്ചു ആബ്സലൂട്ട് പോവർട്ടിയിൽ. ഇവിടെ ചിലപ്പോൾ എന്താണ്, പോവർട്ടി ലൈനിന് മുകളിലായിരിക്കും ഏറ്റവും താഴെയുള്ള വ്യക്തിയുടെ സ്ഥാനം എന്ന് പറയുന്നത്. അതായത് 200 രൂപയാണ് പോവർട്ടി ലൈനെങ്കിൽ ആ ഒരു സൊസൈറ്റിയിൽ ഏറ്റവും താഴെത്തട്ടിൽ ഏറ്റവും ദരിദ്രൻ്റെ സമ്പാദ്യം അഥവാ ആ ഒരു പോവർട്ടി ലൈനിൽ ഏറ്റവും അതായത് സെക്ഷനിൽ ഏറ്റവും താഴെ നിൽക്കുന്ന ആളുടെ സമ്പാദ്യം എന്ന് പറയുന്നത് 220 ആകാം. അപ്പോൾ നമ്മൾ നോക്കുമ്പം ആ പോവർട്ടി ലൈൻ 200 അല്ലേ ഉള്ളൂ, ഇയാൾക്ക് 220 അല്ലേ, സോ വൈ ഈസ് ഈ പുവർ എന്ന് നോക്കാം. പക്ഷേ നമ്മളിവിടെ എന്താ ചെയ്യുന്നത്, കമ്പയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ചിലപ്പോൾ ആ സമൂഹത്തിൽ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന ആളുടെ വരുമാനം 1200 ആയിരിക്കാം. അപ്പോൾ 1200 ഉണ്ട്, 220 ഉണ്ട്. അപ്പോൾ ഈ 1200-നെ അപേക്ഷിച്ച് 220 ഉള്ള വ്യക്തി ദരിദ്രനാണ് എന്നുള്ളതാണ് റിലേറ്റീവ് പോവർട്ടി വഴി സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഹിയർ എ പേഴ്സൺസ് ഇൻകം ഓർ കൺസംഷൻ മേ ബി അബോവ് ദ പോവർട്ടി ലൈൻ. ഒരു പക്ഷേ എന്താണ്, ദരിദ്രാവസ്ഥയ്ക്ക് മുകളിലായിരിക്കാം അദ്ദേഹത്തിൻ്റെ വരുമാനം, ബട്ട് ഹി ഹാപ്പൻസ് ടു ബി പുവർ, പക്ഷേ അദ്ദേഹവും ദരിദ്രനാണ്. എപ്പോൾ
ഇൻ കമ്പാരിസൺ വിത്ത്. അപ്പോൾ ഈ ഒരു വാക്കാണ് ഈ റിലേറ്റീവ് പോവർട്ടിയിൽ ഏറ്റവും അധികം നമ്മൾ ക്രൂഷ്യലായിട്ട് ചിന്തിക്കേണ്ട കമ്പാരിസൺ ആണ്. റിലേറ്റീവ് എന്ന് പറയുന്ന ആ ഒരു വാക്ക്, അതായത് എക്കണോമിക്സിൽ തന്നെ ആവണമെന്നില്ല, ഏതൊരു കോണ്ടെക്സ്റ്റിലും നമ്മൾ റിലേറ്റീവ് എന്ന വാക്കാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അപ്പോഴേ ഉറപ്പിക്കുക അതൊരു കമ്പാരിസൺ ആണ്. രണ്ടോ അതിലധികമോ വ്യക്തികളുടെ അല്ലെങ്കിൽ രണ്ട് വ്യക്തിത്വങ്ങളെ അല്ലെങ്കിൽ രണ്ട് സാധനങ്ങളെ എന്താണ് കമ്പയർ ചെയ്യുന്ന ആ ഒരു ടേമിനാണ് നമ്മൾ റിലേറ്റീവ് എന്ന പദം ഉപയോഗിക്കുക. അപ്പോൾ ഇവിടെ ദാരിദ്ര്യത്തിൻ്റെ അവസ്ഥയാണ് നമ്മൾ റിലേറ്റീവായിട്ട് നോക്കുന്നത്. അപ്പോൾ ഈ ദാരിദ്ര്യാവസ്ഥ എന്ന് പറയുന്നത് പോവർട്ടി ലൈനിന് മുകളിലായിരിക്കാം ആ ഒരു വ്യക്തിയുടെ ഇൻകം എന്ന് പറയുന്നത്. പക്ഷേ ഇൻ കമ്പാരിസൺ ടു ദി വിത്ത് ദ പേഴ്സൺ ഹൂസ് ഇൻകം ഓർ കൺസംഷൻ ഈസ് എബോവ് ഹിസ് ഓർ ഹെർ, അദ്ദേഹം ദരിദ്രനാണ്. ഇപ്പോൾ ആരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് മുകളിലുള്ള ഇൻകമായിട്ട് നോക്കുമ്പോൾ എന്ത് ചെയ്യാം, അദ്ദേഹം ദരിദ്രനാണ്. സോ അതാണ് റിലേറ്റീവ് പോവർട്ടിയുടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ്. ദിസ് മെഷർ ഈസ് ടു കാൽക്കുലേറ്റ് ഇൻഇക്വാളിറ്റി ഇൻ ദ സൊസൈറ്റി. സമൂഹത്തിലെ അസമത്വം അളക്കാൻ ഉപയോഗിക്കുന്ന ഒരു സാമ്പത്തികപരമായ അസമത്വം അളക്കാൻ ഉപയോഗിക്കുന്ന ഒരു അളവുകോല്, അതായത് ഒരു എന്താണ് പറയുക, ഒരു ടൂളാണ് ഈ ഒരു റിലേറ്റീവ് പോവർട്ടി എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്ക്. ഓക്കെ, അതായത് മനസ്സിലായല്ലോ. ഇത്രയേ ഉള്ളൂ. ഒരു സമൂഹത്തിൽ ഇൻകവും കൺസംഷൻ എക്സ്പെൻഡിച്ചറും വെച്ച് നമ്മൾ ആൾക്കാരെ തരംതിരിക്കുകയാണ്. എന്നിട്ട് ഏറ്റവും മുകളിലുള്ള ആൾക്കാരുടെ ഇൻകത്തേക്കാൾ എത്ര കുറവാണ് താഴെയുള്ളവരുടെ, അതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള അസമത്വം ഈ പല ആൾക്കാരുടെ അവസ്ഥകൾ അറിയുമ്പോഴാണ് നമുക്ക് എത്രമാത്രം അസമത്വമാണ്, അതായത് ഇവർക്ക് തമ്മിലുള്ള അന്തരം എത്രയുണ്ടെന്നുള്ളത്, സമൂഹത്തിൽ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന ആൾക്കാരുടെ വരുമാനവും അതുപോലെ താഴ്ത്തുന്ന വരുമാനമുള്ളവരുടെ തമ്മിലുള്ള ആ ഒരു വരുമാനത്തിൻ്റെ ഡിഫറൻസ് ഒക്കെ എത്രയാണെന്ന് അളക്കാനായിട്ടാണ് റിലേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്ന ഈ ഒരു കോൺസെപ്റ്റ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അടുത്ത് നമ്മൾ പോകുന്നത് ഈ ഒരു പോവർട്ടി അളക്കുക എന്ന് പറയുന്നത് വളരെ എന്താണ് പറയുക, ഭഗീരഥ പ്രയത്നം ആവശ്യമുള്ളൊരു ജോലിയാണ്. കാരണം നമ്മുടെ എക്കോണമി ഇങ്ങനെ എപ്പോഴും ചലഞ്ചിങ് ആയിട്ടുള്ള അവസ്ഥയാണ്, എപ്പോഴും ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അതായത് 4 സൈക്കിൾസാണ് പ്രധാനമായിട്ട് എക്കണോമിക്കുള്ളത്. ബൂം, റിസഷൻ പോലത്തുള്ള, അതായത് ഉയർച്ച താഴ്ചകളിലൂടെയാണ് ഒരു എക്കോണമി എപ്പോഴും ഇങ്ങനെ പോകുന്നത്. നമ്മൾ തന്നെ പത്രത്തിൽ കാണാറുണ്ട്, ഒരു കുഴപ്പമില്ലാതെ വെള്ളപ്പൊക്കമോ അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കുമ്പോൾ പോലും എന്ത് ചെയ്യും, നമ്മൾ പത്രത്തിൽ കാണും ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച ഇത്ര ശതമാനം കുറഞ്ഞു, അല്ലെങ്കിൽ 8.5 ആയിരുന്നിടത്തുനിന്ന്, ഒരു ഉദാഹരണം പറയുകയാണ്, 8.5 ആയിടത്തുനിന്ന് 7.8 ആയി. അപ്പോൾ ഇതിനൊക്കെ ഓരോ കാരണങ്ങളുണ്ടാവും, ഡയറക്റ്റും ആയിട്ടുള്ള ഒരുപാട് കാരണങ്ങൾ. കാരണം നമ്മൾ സംസാരിക്കുന്നത് ഇന്ത്യ പോലത്തുള്ള ലോകത്തിലെ 5ാമത്തെ വലിപ്പമുള്ള എക്കോണമിയെ കുറിച്ചാണ്. അതുപോലെ തന്നെയാണ് ദരിദ്രാവസ്ഥയും. ഓക്കെ, ഇപ്പം ഉദാഹരണത്തിന് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ ഒരു പോളിസി വരികയാണ്, സൗദിയിലൊക്കെ നിതാക്കാത്ത് വന്നതുപോലെ സ്വദേശികൾക്ക് കൂടുതൽ പ്രാധാന്യം തൊഴിൽ കൊടുക്കുകയാണ്. അതായത് ഇനി മുതൽ പ്രവാസികൾക്ക് അവിടേക്ക് വലിയ തൊഴിലവസരങ്ങൾ ഉണ്ടാകുന്നില്ല എന്നൊരു നയം അവർ സ്വീകരിക്കുകയാണെങ്കിൽ മലപ്പുറം ജില്ലകൾ പോലത്തുള്ള, അതായത് കേരളത്തിൽ പ്രധാനമായും കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ പ്രവാസി വരുമാനത്തെ ആശ്രയിച്ച് നിൽക്കുന്ന കുടുംബങ്ങൾക്ക് എന്ത് ചെയ്യും, അവരുടെ വരുമാനത്തിലൊരു തടസ്സം നേരിടാനായിട്ട് സാധ്യതയുണ്ട്. കേരളത്തിൽ പ്രധാനമായി ഉത്തര മലബാർ ഭാഗത്താണ് കൂടുതലും പ്രവാസികൾ കണ്ടുവരുന്നത്. അതുപോലെ തന്നെ എന്താണ്, അങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്ക് എക്കോണമിയിലോട്ടുള്ള ആ ഒരു ഇൻകത്തിൻ്റെ വരവ് കുറയാനായിട്ട് സാധിക്കും. അപ്പോൾ ദരിദ്രാവസ്ഥ കൂടാനായിട്ട് സാധ്യതയുണ്ട്. അതൊരു ഉദാഹരണം പറഞ്ഞാണ് പ്രവാസികളുടെ കാര്യം. ഓക്കെ, അപ്പോൾ ഒട്ടേറെ ചേഞ്ചസ് ആണ് എക്കോണമിയിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കൃത്യമായി പോവർട്ടി അളക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. അതുപോലെ തന്നെ കാലഘട്ടത്തിനനുസരിച്ച് ആൾക്കാരുടെ സാമ്പത്തിക ശേഷി മാറിക്കൊണ്ടിരിക്കും. ഈ വിലകൾ തന്നെ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ പണ്ടത്തുള്ള ആൾക്കാരോടൊക്കെ ചോദിക്കുമ്പോൾ അവർ പറയാറുണ്ട്, പവന് എന്താണ് 100, 150 ഒക്കെ ഉള്ള സമയത്ത് ഞങ്ങൾ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇന്നത്തെ 45,000 ഒക്കെ വളരെ വലിയതായിട്ട് നമുക്ക് തോന്നാം. കാര്യം ഒട്ടേറെ ചേഞ്ചസ് ആണ് എക്കോണമിയിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കാലം പോകുന്നതനുസരിച്ച്, കാലക്രമത്തിനനുസരിച്ച് ദാരിദ്ര്യം അളക്കുന്ന മാനദണ്ഡങ്ങളിലൊക്കെ ഒരുപാട് മാറ്റം വരും. അപ്പോൾ എന്താണ് ഇന്ത്യയുടെ ഈ ഒരു ചരിത്രം, പോവർട്ടി അഥവാ ദാരിദ്ര്യം അളക്കുന്നതിൽ ഇന്ത്യയുടെ ആ ഒരു എക്സ്പീരിയൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. എന്തൊക്കെ മാനദണ്ഡങ്ങളാണ് ഇന്ത്യ യൂസ് ചെയ്തിട്ടുള്ള, എന്തിനാണ് ഈ ഒരു പോവർട്ടി എസ്റ്റിമേറ്റ് ചെയ്യുന്നതിന് ഇന്ത്യ യൂസ് ചെയ്തിട്ടുള്ള മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തെ പ്രധാനമായിട്ടുള്ള 2 വ്യക്തിത്വങ്ങളാണ് ഡോക്ടർ VM ദണ്ഡേക്കർ ആൻഡ് നീലകണ്ഠ രത്ത്. ഇവർ രണ്ടുപേരുമാണ് പയനിയർ ചെയ്തിട്ടുള്ളത്. ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് പോവർട്ടി എസ്റ്റിമേഷൻ വാസ് ക്യാരിഡ് ഔട്ട് ബൈ VM ദണ്ഡേക്കർ ആൻഡ് നീലകണ്ഠ രത്ത്. അപ്പോൾ സ്വാതന്ത്ര്യത്തിന് ശേഷം അറിയാലോ, നമ്മുടെ സ്വാതന്ത്ര്യം കിട്ടിയ ആ ഒരു സമയത്ത് ഒട്ടേറെ ദരിദ്രപൂർണ്ണമായ രാജ്യമായിരുന്നു ഇന്ത്യ എന്ന് പറയുന്നത്. കാര്യം കാർഷിക വ്യവസ്ഥ, അതായത് നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലായിരുന്ന കാർഷിക മേഖലയൊക്കെ തകർന്നു ഒട്ടേറെ പേർക്ക് ദാരിദ്ര്യത്തിൻ്റെ പടികൂടിയിലായിരുന്ന അവസ്ഥയായിരുന്നു അത്. അപ്പോൾ അവരെ രക്ഷിച്ചെടുക്കണമെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള കണക്കുകൾ വേണം. എത്ര പേർക്കാണ് ഈ ഒരു അവസ്ഥയിൽ കഴിയുന്നത് എന്നുള്ളതിനെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള ഡേറ്റ വേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇൻഡിപെൻഡൻസിന് ശേഷം, സ്വാതന്ത്ര്യത്തിന് ശേഷം ഗവൺമെൻറ് നിയോഗിച്ച 2 പ്രധാനപ്പെട്ട വ്യക്തികളാണ് പോവർട്ടി എസ്റ്റിമേഷൻ, ഇന്ത്യയിൽ ദാരിദ്ര്യത്തിൻ്റെ ആ ഒരു അളവ് കുറിക്കുന്നതിന് വേണ്ടിയിട്ട് നിലവിൽ വന്ന 2 വ്യക്തിത്വങ്ങളാണ് ഡോക്ടർ VM ദണ്ഡേക്കർ ആൻഡ് നീലകണ്ഠ രത്ത്.
So they fixed the desired minimum levels of per capita nutrition needed for the subsistence level of living as 2.250 calorie. അപ്പോൾ അവരുടെ അഭിപ്രായത്തിൽ ദാരിദ്ര്യത്തിന് മുകളിലാണെങ്കിൽ, അതായത് ദരിദ്രാവസ്ഥ ഉണ്ടാവാതിരിക്കണമെങ്കിൽ ഒരു വ്യക്തിക്ക് ഒരു ദിവസം വേണ്ടുന്ന മിനിമം പോഷകാഹാരത്തിൻ്റെ ലെവൽ എന്ന് പറയുന്നത് എന്താണ്? 2.250 കാലറീസ്. കാലറി എന്താണ്? ഭക്ഷണത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന ഊർജ്ജമാണ്. ഇന്ന് നമ്മൾ ചോക്ലേറ്റും അതുപോലെ തന്നെ ബ്രെഡും ജാമും ഒക്കെ വാങ്ങുമ്പോഴേക്കും അതിൻ്റെ പുറവിൽ ഇങ്ങനെ എഴുതിയിരിക്കും അത് കഴിക്കുന്നതിലൂടെ എത്ര കാലറിയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതായത് ആ ഒരു ഭക്ഷണത്തിൻ്റെ അളവ് കൃത്യമായി പറയാതെ ഭക്ഷണത്തിൻ്റെ മൂല്യം, അതായത് അതിൻ്റെ അകത്ത് നിന്ന് കിട്ടുന്ന എനർജിയാണ് ഇവിടെ കാലറി ആയിട്ട് സ്പെസിഫൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് വ്യക്തികളുടെ അഭിപ്രായം അനുസരിച്ച് 2.250 കാലറീസ് ഒരു ദിവസം നേടാൻ കഴിയുന്നവർ ആരും ദരിദ്രരല്ല. അതിൽ കുറച്ച് കിട്ടുന്നവരാണ് എന്ത് ചെയ്യുന്നത്? ദരിദ്രരാണ്. ഓക്കെ, സോ ദേ ഫിക്സ്ഡ് ദ ഡിസൈഡ് മിനിമം ലെവൽ ഓഫ് പെർ ക്യാപിറ്റ ന്യൂട്രീഷൻ നീഡഡ് ഫോർ ദി സബ്സിസ്റ്റൻസ് ലെവൽ. അതായത് ജീവിതം മുമ്പോട്ട് നയിക്കുന്നതിന് രോഗപൂർണ്ണമല്ലാതെ, അതായത് കൃത്യമായി ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടുന്ന ആഹാരം, അതായത് നമ്മുടെ എനർജി ലെവൽ സസ്റ്റെയിൻ ചെയ്യുന്നതിന് എന്താണ്? ഒരു മിനിമം ലെവൽ ഓഫ് ആഹാരം നമ്മൾ ദിവസം കഴിച്ചിരിക്കണം. അല്ലെങ്കിൽ നമ്മുടെ ബോഡി അതിനനുസരിച്ച് റിയാക്ട് ചെയ്യും. അതുപോലെ നമുക്ക് ടയർഡ്നെസ് അങ്ങനത്തുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് മിനിമം 2.250 കാലറി എങ്കിലും എന്ത് വേണം? ഒരു വ്യക്തിക്ക് ഉണ്ടാവണം. അതായത് ചുരുക്കത്തിൽ പറഞ്ഞാൽ 2.250 കാലറി, അതായത് അത്രയും ഊർജ്ജം തരുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കാനുള്ളവരാരും ദരിദ്രരല്ല. അത്രയും കഴിക്കാനില്ലാത്തവരാണ് എന്ത്? ഇന്ത്യയിൽ ദരിദ്രരാണെന്ന് ആര് പറഞ്ഞത്? ഡോക്ടർ VM ദണ്ഡേക്കർ ആൻഡ് നീലകണ്ഠ രത്ത്. ഓക്കെ, അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇവിടെ ഓർത്തിരിക്കേണ്ട ഒരു പോയിന്റ്, അവർ പ്രധാനമായിട്ട് നോക്കിയത് എന്തിനാണ്? കാലറിയാണ്. കാലറീസിനെയാണ് എന്ത്? നീലകണ്ഠ രത്ത് അതുപോലെ തന്നെ ദണ്ഡേക്കർ തുടങ്ങിയിട്ടുള്ള രണ്ട് എമിനൻ്റ് ആയിട്ടുള്ള എക്കണോമിസ്റ്റുകൾ പഠന വിഷയമാക്കിയത്. അപ്പോൾ ഇവിടെ ഓർത്തിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഇത് ഇൻഡിപെൻഡൻസിന് ശേഷമാണ്, സ്വാതന്ത്ര്യത്തിന് ശേഷം പെട്ടെന്നുണ്ടായ ഒരു ഇതാണ്, അതായത് വർഷങ്ങൾക്ക് മുമ്പ് ഉള്ള ഒരു കമ്മിറ്റി റിപ്പോർട്ടാണിത്. അപ്പോൾ ഡോക്ടർ VM ദണ്ഡേക്കർ ആൻഡ് നീലകണ്ഠ രത്ത് ഇവരുടെ അഭിപ്രായത്തിൽ എന്താണ്? കാലറി ഇൻടേക്കാണ്. അതായത് 2.250 കാലറി ഒരു ദിവസം ആണ് ഇല്ലാത്തവരാണ് എന്ത് പറയുന്നത്? ദരിദ്രാവസ്ഥയിലുള്ളതായിട്ട് ഇവർ കണക്കാക്കിയിരിക്കുന്നത്. അടുത്തതാണ് പ്ലാനിംഗ് കമ്മീഷൻ എക്സ്പേർട്ട് ഗ്രൂപ്പ് റിപ്പോർട്ട്. അതായത് പ്ലാനിംഗ് കമ്മീഷൻ നമ്മുടെ 1950 രൂപീകൃതമായ പ്ലാനിംഗ് കമ്മീഷൻ്റെ അഭിപ്രായത്തിൽ എന്തൊക്കെയാണ്? ആസൂത്രണ കമ്മീഷൻ ഇപ്പോൾ ഇല്ല. ഇപ്പോൾ എന്താണ്? ആസൂത്രണ കമ്മീഷന് പകരം നിലവിലുള്ള ഓർഗനൈസേഷൻ അഥവാ ബോഡിയുടെ പേരെന്താണ്? നീതി ആയോഗ്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. 2015 ജാനുവരി 1 പ്രൈം മിനിസ്റ്റർ ചെയർമാനായി നിലവിൽ വന്ന നീതി ആയോഗാണ് പ്ലാനിംഗ് കമ്മീഷനെ റീപ്ലേസ് ചെയ്തത്. അഥവാ പ്ലാനിംഗ് കമ്മീഷൻ്റെ പിൻഗാമി എന്നറിയപ്പെടുന്ന ആരാണ്? നീതി ആയോഗാണ്. ഇപ്പോൾ പ്ലാനിംഗ് കമ്മീഷൻ ഇല്ല, ഇപ്പോൾ നീതി ആയോഗാണ്. പക്ഷേ പ്ലാനിംഗ് കമ്മീഷൻ്റെ സമയത്ത് എന്ത് ചെയ്തിട്ടുണ്ട്? ഈ ഒരു പോവേർട്ടി, ദാരിദ്ര്യത്തെക്കുറിച്ച് നിർണ്ണയിക്കാനും ദാരിദ്ര്യ രേഖ നിർണ്ണയിക്കുന്നതിനായിട്ട് എന്താണ് നിലവിൽ വന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബോഡിയാണ് പ്ലാനിംഗ് കമ്മീഷൻ എക്സ്പേർട്ട് ഗ്രൂപ്പ് റിപ്പോർട്ട്. So the planning commission appointed an expert group named task force on minimum needs and effective consumption demand. അതായത് പ്ലാനിംഗ് കമ്മീഷൻ ഈ ഒരു പോവർട്ടിയെക്കുറിച്ച് പഠിക്കാനായിട്ട് നിലവിൽ കൊണ്ടുവന്ന ആ ഒരു ബോഡിയുടെ പേരാണ് ടാസ്ക് ഫോഴ്സ് ഓൺ മിനിമം നീഡ്സ്. അതായത് മിനിമം നീഡ്സിന് വേണ്ടിയിട്ടുള്ള ടാസ്ക് ഫോഴ്സ്, അത് എന്തൊക്കെയാണ് മിനിമം നീഡ്സ് വേണ്ടുന്നതിനായിട്ടുള്ള എന്തൊക്കെയാണ് മിനിമം നീഡ്സ്, അതുപോലെ അത് നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എത്രമാത്രം പണം വേണ്ടി വരും എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പ്ലാനിംഗ് കമ്മീഷൻ കൊണ്ടുവന്ന ഒരു ബോഡിയാണ് ടാസ്ക് ഫോഴ്സ് ഓൺ മിനിമം നീഡ്സ് എന്ന് പറയുന്ന ആ ഒരു ബോഡി. ഇറ്റ് ഹാസ് ബീൻ കോൺസ്റ്റിറ്റ്യൂട്ടഡ് ഇൻ ദ ഇയർ 1989. 1989 എന്ത് കൊണ്ടുവന്നത്? പ്ലാനിംഗ് കമ്മീഷൻ ഈ ഒരു ടാസ്ക് ഫോഴ്സിനെ കൊണ്ടുവന്നത്. ഇതിൻ്റെ ചെയർമാനാണ് DT ലക്ഡാവാല. സോ ഇത് പലപ്പോഴും ഈ ഒരു പ്ലാനിംഗ് കമ്മീഷൻ എന്നോ ടാസ്ക് ഫോഴ്സ് എന്നോ ആയിരിക്കത്തില്ല നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവുക. നിങ്ങൾ പലരും ലക്ഡാവാല കമ്മീഷൻ കേട്ടിട്ടുണ്ടാവും തീർച്ച. ഓക്കെ, സോ ഇതിനെയാണ് നമ്മൾ വേറൊരു പേരിൽ ലക്ഡാവാല കമ്മീഷൻ എന്ന് പറയുന്നത്. പ്രധാനമായും ഒരു കമ്മീഷൻ്റെ പേര് വേറെയാണെങ്കിൽ കൂടി ആർക്ക് ആ കമ്മീഷനെ ചെയർമാൻ അല്ലെങ്കിൽ നേതൃത്വം കൊടുക്കുന്ന വ്യക്തിയുടെ പേരിലാണ് പ്രധാനമായും നമ്മൾ എന്ത് ചെയ്യുന്നത്? ആ കമ്മിറ്റിയെ വിശേഷിപ്പിക്കുന്നത്. ഇപ്പോൾ കസ്തൂരിരംഗൻ കമ്മിറ്റി, മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി, ഇപ്പം ജയ ജെയ്റ്റ്ലി കമ്മീഷൻ, ഇന്ദു മൽഹോത്ര കമ്മിറ്റി, അങ്ങനെ ഒട്ടേറെ കമ്മിറ്റികൾ പത്രത്തിലൂടെ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ എല്ലാം ഒഫീഷ്യലായിട്ടുള്ള നെയിം വേറെയാണ്. ഇപ്പോൾ പശ്ചിമഘട്ട സംരക്ഷണത്തിനുള്ള കമ്മിറ്റി എന്നുള്ളതാണ് കസ്തൂരിരംഗൻ കമ്മിറ്റിയുടെ ഒഫീഷ്യൽ നെയിം. പക്ഷേ നമ്മളെപ്പോഴും കസ്തൂരിരംഗൻ കമ്മിറ്റി എന്നാണ് പറയുന്നത്. കാര്യം എന്താ? ആ ഒരു കമ്മിറ്റിക്ക് നേതൃത്വം കൊടുത്തത് ആ ഒരു വ്യക്തി ആയതുകൊണ്ട്. അപ്പോൾ ഇവിടെ ടാസ്ക് ഫോഴ്സ് ഓൺ മിനിമം നീഡ്സ് എന്നുള്ളതാണ് അവരുടെ ഒഫീഷ്യൽ നെയിം. പക്ഷേ നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള എന്താണ്? ലക്ഡാവാല കമ്മിറ്റിയാണ്. സോ വൈ ദാറ്റ്? ലക്ഡാവാലയായിരുന്നു എന്ത്? അതിൻ്റെ ചെയർമാനായിട്ട് ഉണ്ടായിരുന്നത്. ദ എക്സ്പെർട്ട് ഗ്രൂപ്പ് സബ്മിറ്റഡ് ഇസ് റിപ്പോർട്ട് ഇൻ 1993. അപ്പോൾ 89 രൂപീകൃതമായ ഈ ഒരു ബോഡി, ഈ ഒരു എക്സ്പെർട്ട് ഗ്രൂപ്പ് അതിൻ്റെ റിപ്പോർട്ട് സമർപ്പിച്ചത് 1993. പെർ ക്യാപിറ്റ ഡെയിലി ഇൻടേക്ക് റിക്വയർമെൻറ്റ് ഫിക്സ്ഡ് അറ്റ് 2400 കാലറീസ് ഫോർ റൂറൽ ആൻഡ് അർബൻ അറ്റ് 2100 കാലറീസ്. അപ്പോൾ 2400 കാലറി എന്താണ് റൂറൽ മേഖലയ്ക്കും അതുപോലെ തന്നെ
2100 കാലറി നഗരപ്രദേശത്തും ഉള്ളവർക്ക് എന്ത് വേണം ഉണ്ടാവണമെന്ന് ഈ ഒരു കമ്മിറ്റി സ്റ്റിപ്പുലേറ്റ് ചെയ്തു. അതായത് 2400 കാലറിയും 2100 കാലറിയുമാണ് എന്ത് ഗ്രാമപ്രദേശത്തും നഗരപ്രദേശത്തും വേണം എന്ന് ആര് വാദിച്ചത്? ഈ ഒരു ലക്ഡാവാല കമ്മീഷൻ വാദിച്ചത്. ഓക്കെ, സോ അപ്പം ആദ്യം പറഞ്ഞ പോലെ തന്നെ എന്താണ് നമ്മൾ ദണ്ഡേക്കാറും ആ ഒരു കമ്മിറ്റി പറയുന്ന അതേ റെക്കമെൻഡേഷൻ തന്നെയാണ്. അതായത് കാലറീസ് തന്നെയാണ് എവിടെയും കണക്ക് കൂട്ടിയത്. ലക്ഡാവാല കമ്മീഷനും മുന്നോട്ട് വെച്ചത് കാലറിയുടെ ബേസിസിലുള്ള ഇൻടേക്ക് തന്നെയാണ്. പക്ഷേ ലക്ഡാവാല കമ്മീഷൻ 2400 കാലറീസ് ഫോർ റൂറൽ ഏരിയയും പറഞ്ഞു. അതുപോലെ തന്നെ 2100 കാലറീസ് ആണ് എന്ത് പറയുന്നത് നമ്മുടെ അർബൻ ഏരിയാസ് നഗരപ്രദേശത്തുള്ളവർക്കും പറഞ്ഞിട്ടുള്ളത്. അടുത്താണ് ടെണ്ടുൽക്കർ കമ്മിറ്റി ഓൺ പോവർട്ടി. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കമ്മിറ്റിയാണ്. ടെണ്ടുൽക്കർ കമ്മിറ്റിയാണ് ഇനി പറയാൻ പോകുന്നത്. എ കമ്മിറ്റി നെയ്മഡ് ദ എക്സ്പെർട്ട് ഗ്രൂപ്പ് ടു റിവ്യൂ ദ മെത്തഡോളജി ഫോർ എസ്റ്റിമേഷൻ ഓഫ് പോവർട്ടി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ കമ്മിറ്റിക്കുള്ള ഒഫീഷ്യൽ നെയിം സർക്കാർ ഇതിനെ ഫോം ചെയ്യുന്നത് ഈ ഒരു പേരിലായിരിക്കും. സോ ടെണ്ടുൽക്കർ കമ്മിറ്റിയുടെ വേറൊരു പേരാണ് ദ എക്സ്പെർട്ട് ഗ്രൂപ്പ് ടു റിവ്യൂ ദ മെത്തഡോളജി ഫോർ എസ്റ്റിമേഷൻ ഓഫ് പോവർട്ടി. സോ എക്സ്പെർട്ട് ഗ്രൂപ്പ് ടു റിവ്യൂ ദ മെത്തഡോളജി, അതായത് ദാരിദ്ര്യം നിർണ്ണയിക്കുന്നതിനോട്ടുള്ള മാനദണ്ഡം നിശ്ചയിക്കാനുള്ള ഈ ഒരു കമ്മിറ്റിയെ ആരാണ് ഹെഡ് ചെയ്തത്? ഹെഡഡ് ബൈ സുരേഷ് ഡി ടെണ്ടുൽക്കർ ആൻഡ് ഇറ്റ് വാസ് ഫോംഡ് ബൈ ദ പ്ലാനിംഗ് കമ്മീഷൻ ഇൻ 2009. അപ്പോൾ 2009 സുരേഷ് ഡി ടെണ്ടുൽക്കർ എന്ന വ്യക്തിയുടെ നേതൃത്വത്തിലാണ് എന്ത് പറഞ്ഞത് ഈ ഒരു കമ്മിറ്റിയെ രൂപീകൃതമാക്കിയത്. എന്താണ് ഈ കമ്മിറ്റിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്? ഇന്ത്യയിൽ ദാരിദ്ര്യം നിർണ്ണയിക്കാനുള്ള മാനദണ്ഡങ്ങളിൽ വരുത്തേണ്ട മാറ്റങ്ങൾ എന്നുള്ളതാണ് ഇവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. ദിസ് കമ്മിറ്റി അഡോപ്റ്റഡ് എ ന്യൂ മെത്തേഡ്. ഇത് പ്രധാനമായും പുതിയൊരു മെത്തേഡാണ് അഡോപ്റ്റ് ചെയ്തത്. It moved from the calorie-based poverty estimation to nutrition, health and other expenditures like clothing, footwear based estimation. അതായത് അതുവരെ കാലറിയിൽ അടിസ്ഥാനമാക്കിയിട്ടുള്ള, അതായത് ദണ്ഡേക്കാർ കമ്മിറ്റിയും അതുപോലെ തന്നെ ലക്ഡാവാല കമ്മിറ്റിയും പ്രധാനമായും കാലറി, അതായത് ഭക്ഷണത്തിൽ ഒരു വ്യക്തിക്ക് മിനിമം വേണ്ടുന്ന ഭക്ഷണത്തിൽ നിന്നുള്ള ഊർജ്ജത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് എന്ത് ദാരിദ്ര്യ രേഖയെ നിർണ്ണയിച്ചത്. എന്നാൽ ടെണ്ടുൽക്കർ കമ്മിറ്റി അതിൽ നിന്ന് വിചിത്രമായി, അതായത് വ്യത്യസ്തമായി മറ്റൊരു ആശയമാണ് സ്വീകരിച്ചത്. ദിസ് കമ്മിറ്റി അഡോപ്റ്റഡ് എ ന്യൂ മെത്തേഡ്. ഇറ്റ് മൂവ്ഡ് ഫ്രം കാലറി ബേസ്ഡ് പോവർട്ടി എസ്റ്റിമേഷൻ. അതായത് കാലറിയിൽ നിന്നുള്ള അവരുടെ ആ ഒരു മാറ്റമാണ് കാണിച്ചത്. പിന്നെ എങ്ങോട്ടേക്ക് മാറി? ന്യൂട്രീഷൻ, ഹെൽത്ത് ആൻഡ് അതർ എക്സ്പെൻഡിച്ചേഴ്സ് ലൈക്ക് ക്ലോത്തിങ്, ഫുട്വെയർ ബേസ്ഡ് എസ്റ്റിമേഷൻ. അതായത് മറ്റ് ബേസിക് ആയിട്ടുള്ള നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടോ എന്നുള്ള ആ ഒരു മെത്തേഡാണ് അവർ അഡോപ്റ്റ് ചെയ്തത്. കാലറിയിൽ നിന്ന് മാറി ആരോഗ്യപരമായിട്ടുള്ള ചിലവുകൾ, അതുപോലെ തന്നെ ഫുട്വെയർ, ക്ലോത്തിങ്, വസ്ത്രം തുടങ്ങിയ ചിലവുകൾക്കാണ് എന്ത് പറയുന്നത് അവർ പ്രാധാന്യം കൊടുത്തത്. ടെണ്ടുൽക്കർ കമ്മിറ്റി പ്രാധാന്യം കൊടുത്തത്. ഇറ്റ്സ് കോൾസ് എ ബാസ്ക്കറ്റ് ഓഫ് ഗുഡ്സ് ഓഫ് സെലക്ടഡ് ടു ഡിറ്റർമൈൻ ദ പോവർട്ടി ആസ് പോവർട്ടി ലൈൻ ബാസ്ക്കറ്റ്. അതായത് ഒരു കൂട്ടം സാധനങ്ങൾ, അതായത് നമുക്ക് വളരെ ബേസിക്കായിട്ട് വേണ്ടുന്ന ഒരു കൂട്ടം സാധനങ്ങളെ അവർ ഒന്ന് ക്രോഡീകരിച്ച് വെച്ചു. അതിനെയാണ് പോവർട്ടി ലൈൻ ബാസ്ക്കറ്റ് എന്ന് വിളിച്ചത്. ആ ബാസ്ക്കറ്റിൽ എന്തൊക്കെ ഉണ്ടാവാം ഒന്ന് ഗസ് ചെയ്ത് പറഞ്ഞേ. തീർച്ചയായും ഭക്ഷണം ഉണ്ടാകാം, വസ്ത്രം ഉണ്ടാകാം, അതുപോലെ തന്നെ ഫുട്വെയർ, ബേസിക് ആയിട്ടുള്ള നമ്മുടെ ആവശ്യം, മരുന്നുകൾ എല്ലാം ഉണ്ടാവും. അപ്പോൾ അത്രയും നിറവേറ്റാനുള്ളവരെയാണ് എന്ത് പറയുന്നത് അവർ എബോവ് പോവർട്ടി ലൈനായിട്ട് പറഞ്ഞത്. അപ്പോൾ ആ ഒരു പോവർട്ടി ലൈൻ ബാസ്ക്കറ്റിന് നിറവേറ്റാൻ സാധ്യതയില്ലാത്തവർ, അതായത് ആ ഒരു അത്രയും വസ്തുക്കൾ ഒരു ദിവസം അവരുടെ സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള ലെവലിൽ കൺസ്യൂം ചെയ്യാൻ കഴിയാത്ത ആ ഒരു വിഭാഗത്തെയാണ് എന്ത് പറയുന്നത് ബിലോ പോവർട്ടി ലൈൻ അഥവാ BPL അഥവാ ദരിദ്രർ എന്ന് ആര് കണക്കൂട്ടിയത്? ടെണ്ടുൽക്കർ കമ്മിറ്റി കണക്കൂട്ടിയത്. അപ്പോൾ ടെണ്ടുൽക്കർ കമ്മിറ്റിയെക്കുറിച്ച് പറയാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഹെഡ് ചെയ്ത ആരാണ്? സുരേഷ് ഡി ടെണ്ടുൽക്കർ. ഒരുപാട് ടെണ്ടുൽക്കർമാരെ തന്നിട്ട് ചിലപ്പോൾ ഓപ്ഷൻ കൺഫ്യൂസിങ് ആക്കാനായിട്ട് ചോദിക്കാം. ചിലപ്പോൾ നമ്മുടെ PSC ആണ്, ചിലപ്പോൾ സച്ചിൻ ടെണ്ടുൽക്കർ വരെ ഓപ്ഷനിൽ കാണും. സോ സുരേഷ് ഡി ടെണ്ടുൽക്കർ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയാണ് എന്ത് പറയുന്നത് ടെണ്ടുൽക്കർ കമ്മിറ്റി ഹെഡ് ചെയ്തത്. അത് ഫോം ചെയ്തതെന്നാണ് 2009 പ്ലാനിംഗ് കമ്മീഷനാണ് ഫോം ചെയ്തത്. അതിൻ്റെ ഒഫീഷ്യൽ നെയിം എന്താണ്? ടു ദ എക്സ്പെർട്ട് ഗ്രൂപ്പ് ടു റിവ്യൂ ദ മെത്തഡോളജി ഫോർ എസ്റ്റിമേഷൻ ഓഫ് പോവർട്ടി. അതായത് ഇന്ത്യയിൽ ദാരിദ്ര്യം നിർണ്ണയിക്കുന്ന ആ ഒരു മാർഗ്ഗരേഖയ്ക്ക് വരുത്തേണ്ട മാറ്റം, എന്ത് മാനദണ്ഡങ്ങൾ ഉപയോഗിച്ചാണ് ഇന്ത്യയിൽ ദാരിദ്ര്യം നിർണ്ണയിക്കുന്നത് എന്നതായിരുന്നു എന്തിൻ്റെ പഠന വിഷയം? ടെണ്ടുൽക്കർ കമ്മിറ്റിയുടെ പഠന വിഷയം. അപ്പോൾ ടെണ്ടുൽക്കർ കമ്മിറ്റിയും ഇതിനു മുമ്പുണ്ടായിരുന്ന കമ്മിറ്റികൾ തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം എന്തായിരുന്നു? ഇതിനു മുമ്പുള്ള ദണ്ഡേക്കാർ കമ്മിറ്റി, ലക്ഡാവാല കമ്മിറ്റിയും കാലറിയാണ് കൂടുതൽ പഠിച്ചത്. അതായത് ഒരു ഭക്ഷണത്തിൽ ലഭിക്കുന്ന മിനിമം വേണ്ട ഊർജ്ജത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യയിൽ ദാരിദ്ര്യം നിർണ്ണയിക്കാൻ ആര് ശ്രമിച്ചത്? ദണ്ഡേക്കാർ കമ്മിറ്റിയും അതുപോലെ തന്നെ ലക്ഡാവാല കമ്മിറ്റിയും ശ്രമിച്ചത്. പക്ഷേ ടെണ്ടുൽക്കർ കമ്മിറ്റി എന്താണ്? കാലറിയിൽ നിന്ന് ന്യൂട്രീഷൻ, ഹെൽത്ത്, അതുപോലെ തന്നെ ക്ലോത്തിങ്, ഫുട്വെയർ തുടങ്ങിയിട്ടുള്ള മറ്റ് ചിലവുകൾക്കാണ് എന്ത് പ്രാധാന്യം കൊടുത്തത്. അപ്പോൾ ആ ഒരു ചിലവിൻ്റെ ബേസിസിൽ അവർ ഫോർമുലേറ്റ് ചെയ്തതാണ് പോവർട്ടി ലൈൻ ബാസ്ക്കറ്റ്. അതായത് അത്യാവശ്യം വേണ്ടുന്ന കുറച്ച് വസ്തുക്കളെ ക്രോഡീകരിച്ചിട്ട് പോവർട്ടി ലൈൻ ബാസ്ക്കറ്റ് എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റാണ് ആര് കൊണ്ടുവന്നത്? ടെണ്ടുൽക്കർ കമ്മിറ്റി കൊണ്ടുവന്നത്. അടുത്താണ് വളരെ ഫേമസ് ആയിട്ടുള്ള രംഗരാജൻ കമ്മിറ്റി. ദർ വാസ് എ ലോട്ട് ഓഫ് ക്രിറ്റിസിസം അബൌട്ട് ദ ടെണ്ടുൽക്കർ കമ്മിറ്റി മെത്തഡോളജി. അതായത് ഒരുപാട് വിമർശനങ്ങൾ എന്തുണ്ടായി? ടെണ്ടുൽക്കർ കമ്മിറ്റി മെത്തഡോളജിയെക്കുറിച്ച് നിലവിലുണ്ടായിരുന്നു ആ സമയത്ത്. ചിലപ്പോൾ ഫുട്വെയർ ഒക്കെ എടുത്തുകൊണ്ടായിരിക്കാം. അതായത് വളരെ പ്രസക്തി കുറഞ്ഞ ചെരുപ്പുകളൊക്കെ ദാരിദ്ര്യം നിർണ്ണയിക്കുന്ന കാര്യത്തിൽ ഉപയോഗിച്ചുകൊണ്ടാവാം എന്ത് ടെണ്ടുൽക്കർ കമ്മിറ്റിക്ക് ഒരുപാട് വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നു. സോ ഗവൺമെൻറ് ഫോംഡ് ആൻ എക്സ്പെർട്ട് ടെക്നിക്കൽ ഗ്രൂപ്പ് ടു റീവിസിറ്റ് ദ മെത്തഡോളജി ഫോർ എസ്റ്റിമേഷൻ ഓഫ് ദി
പോവർട്ടി ആൻഡ് ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ദ പുവർ അണ്ടർ ദി ചെയർമാൻഷിപ്പ് ഓഫ് ഡോക്ടർ സി രംഗരാജൻ. അപ്പോൾ വീണ്ടും ടെണ്ടുൽക്കർ കമ്മിറ്റി എന്താണോ പഠിക്കാൻ ഉദ്ദേശിച്ചത് അത് കൃത്യമായി പഠിക്കാൻ ടെണ്ടുൽക്കർ കമ്മിറ്റിക്ക് സാധിച്ചില്ല, ഒട്ടേറെ വിമർശനങ്ങൾ ഏറ്റുവാങ്ങി. അപ്പോൾ അതേ വിഷയത്തിൽ തന്നെ എന്തായിരുന്നു വിഷയം, അതായത് ഇന്ത്യയിൽ ദാരിദ്ര്യം നിർണ്ണയിക്കാനായിട്ടുള്ള മെത്തഡോളജി, മാർഗ്ഗരേഖകളിൽ വരുത്തേണ്ട മാറ്റം, എന്ത് മാനദണ്ഡം ഉപയോഗിച്ചാണ് ഇന്ത്യയിൽ ദാരിദ്ര്യം നിർണ്ണയിക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചായിരുന്നു പഠിക്കാനായിരുന്നു ആര് വന്നത്, ടെണ്ടുൽക്കർ കമ്മിറ്റി വന്നത്. പക്ഷേ ടെണ്ടുൽക്കർ കമ്മിറ്റിക്ക് ഒരുപാട് വിമർശനങ്ങൾ ഏറ്റുവാങ്ങുന്നതുകൊണ്ട് അതേ വിഷയത്തിൽ തന്നെ ആ ഒരു മാനദണ്ഡങ്ങളെക്കുറിച്ച് പഠിക്കാൻ തന്നെ, അതായത് ദാരിദ്ര്യം നിർണ്ണയിക്കാനുള്ള മാർഗ്ഗദണ്ഡങ്ങളെക്കുറിച്ച് പഠിക്കാൻ തന്നെ ആര് നിയോഗിച്ചു, സി രംഗരാജൻ കമ്മിറ്റിയെ നിയോഗിച്ചു. ഇറ്റ് അഡോപ്റ്റഡ് ദ മെത്തേഡ് ഓഫ് കാലറി ബേസ്ഡ് മെത്തഡോളജി ആസ് ഇൻ ദ പാസ്റ്റ്. അതായത് അത് എന്ത് ചെയ്തു, കാലറി ബേസ് തന്നെയാണ് എന്ത് ചെയ്തത്, കാലറി തന്നെയാണ് രംഗരാജൻ മെത്തഡോളജിയും സ്വീകരിച്ചത്. ഇറ്റ് ഫിക്സ്ഡ് ₹972 per capita per month as poverty line for rural areas and 1181 for urban areas. അതായത് ഒരു മാസം 972 രൂപയാണ് ഗ്രാമീണ പ്രദേശത്ത് എന്ത് വേണ്ടത്, ഒരു വ്യക്തിക്ക് മിനിമം വേണ്ടതെന്ന് ആര് പറഞ്ഞു, രംഗരാജൻ കമ്മീഷൻ പറഞ്ഞു. അതുപോലെ തന്നെ നഗരപ്രദേശത്ത് 1181 രൂപ ഉള്ള വ്യക്തി, അതായത് സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ഒരു ഗ്രാമപ്രദേശത്ത് റൂറൽ ഏരിയയിൽ ഒരു മാസം 972 രൂപ ചിലവാക്കാനുള്ളവരാരും ദരിദ്രരല്ല. ഓക്കെ, അതിന് മുകളിലുള്ളവരെല്ലാം എബോവ് പോവർട്ടി ലൈനാണ്. ഒരു ഗ്രാമപ്രദേശത്ത് 972 രൂപ ചിലവാക്കാനില്ലാത്ത വ്യക്തികളാണ് എന്ത് പറയുന്നത്, നമ്മുടെ ബിലോ പോവർട്ടി ലൈനുള്ളവരെന്ന് സി രംഗരാജൻ കമ്മിറ്റി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ നഗരപ്രദേശത്തിലേക്ക് വരുമ്പോഴോ അറിയാലോ, ഗ്രാമപ്രദേശം അപേക്ഷിച്ച് വളരെ ചിലവ് കൂടുതലാണ് നഗരപ്രദേശത്ത്. 1181 രൂപ ഒരു മാസം ചിലവാക്കാൻ ഉള്ള വ്യക്തികൾ എന്തല്ല, ദരിദ്രരല്ല എന്നാണ് എന്ത് പറയുന്നത്, രംഗരാജൻ കമ്മീഷൻ പറയുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇപ്പം നിങ്ങൾക്ക് തന്നെ ചിരി വരാം, ഇത് ഈ തുക കൊണ്ട് നടക്കും, ഒരു ദിവസമെങ്കിലും തള്ളി നീക്കാൻ പറ്റുമോ? പക്ഷേ അന്നത്തെ ഒരു സമയത്ത് ഗ്രാമീണ പ്രദേശത്ത് നമ്മൾ വളരെ ബേസിക് ആയിട്ടുള്ള നീഡാണ് ഈ പറയുന്നത്. ഓക്കെ, അതായത് ദാരിദ്ര്യം എന്ന് പറയുന്നത് നമ്മൾക്ക് ഇപ്പം നമ്മളുടെ പലർക്കും ഇപ്പോൾ ഇൻ്റർനെറ്റ് ചാർജ് ചെയ്യാൻ തന്നെ മാസം ഇതിൽ കൂടുതൽ എമൗണ്ട് വരുന്നുണ്ടാവും, ട്രാൻസ്പോർട്ടേഷനൊക്കെ വരുന്നുണ്ടാവും. പക്ഷേ നമ്മൾ സൂചിപ്പിക്കുന്നത്, നമ്മൾ പരാമർശിക്കുന്നത് വളരെ ദരിദ്രരായ ജനവിഭാഗത്തെക്കുറിച്ചാണ് ഈ പറയുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു തുക വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം എന്താണ്, ജീവൻ നിലനിർത്താനായിട്ട് വേണ്ടിയിട്ടുള്ള ഭക്ഷണത്തിന് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഈ പറയുന്നത്. സോ ഒരിക്കലും കൺഫ്യൂസ്ഡ് ആവരുത്. ഓക്കെ, അപ്പോൾ അതാണ് രംഗരാജൻ കമ്മീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇത്രയും നേരം പഠിച്ച പ്രധാനമായിട്ടുള്ള 4 കമ്മീഷൻസ് ആണ്. ആദ്യത്തെ ദണ്ഡേക്കാർ കമ്മീഷൻ ആൻഡ് കൈലാസ്നാഥ് രത്ത് എന്ന് പറയുന്ന ആ ഒരു കമ്മീഷൻ. സോ അതിൽ പറയുന്നത് എന്താണ്, കാലറിയാണ് പ്രധാനമായിട്ട് അവർ ഒരു മാനദണ്ഡമായിട്ട് സ്വീകരിച്ചത്. 2 ദണ്ഡേക്കാർ കമ്മിറ്റിയാണ്. ദണ്ഡേക്കാർ കമ്മിറ്റി എന്താണ് പറഞ്ഞിരിക്കുന്നത്, കാലറി ഇൻടേക്കാണ്. മൂന്നാമത് പറഞ്ഞിരിക്കുന്നത് ടെണ്ടുൽക്കർ കമ്മിറ്റിയാണ്. ടെണ്ടുൽക്കർ കമ്മിറ്റി കാലറിയിൽ നിന്നും വ്യത്യസ്തമായി എന്താണ്, ന്യൂട്രീഷൻ, ഹെൽത്ത് കെയർ, അതുപോലെ തന്നെ ഹെൽത്ത് കെയർ എക്സ്പെൻസസ്, അതുപോലെ തന്നെ ഫുഡ്വെയർ, ക്ലോത്തിങ് തുടങ്ങിയ മേഖലകളിലാണ് ടെണ്ടുൽക്കർ കമ്മിറ്റി കുറച്ചുകൂടെ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്തത്. അപ്പോൾ ആ ഒരു കമ്മിറ്റി നേരിടേണ്ടി വന്ന ക്രിറ്റിസിസം കൊണ്ടാണ് ഗവൺമെൻറ്റിന് പുതിയൊരു കമ്മിറ്റിയെ രൂപീകരിക്കാനായിട്ടുള്ളൊരു കാരണമായത്. അപ്പോൾ ആ കമ്മിറ്റിയാണ് വളരെ പ്രശസ്തമായ സി രംഗരാജൻ കമ്മീഷൻ. സോ ഈ രംഗരാജൻ കമ്മീഷൻ അഥവാ കമ്മിറ്റിയിൽ പ്രധാനമായും കാലറി തന്നെയാണ് അടിസ്ഥാനമാക്കിയത്. പക്ഷേ അവർ ഒരു മോണിറ്ററി വാല്യൂവിലേക്ക്, ഒരു എന്താണ് പറയുക, സാമ്പത്തികപരമായ ഒരു കൃത്യമായ കണക്കിലേക്ക് എത്തി. അതായത് 972 രൂപയാണ് ഒരു മാസം എവിടെ വേണ്ടുന്നത്, ഗ്രാമീണ പ്രദേശത്ത് ഒരാൾക്ക് വേണ്ടുന്നത് ബേസിക് നീഡ്സിന്. അതുപോലെ തന്നെ നഗരപ്രദേശത്തിന് 1181 രൂപ. അതായത് ഈ 972 രൂപ ഗ്രാമപ്രദേശത്തില്ലാത്തവരും 1181 രൂപ നഗരപ്രദേശത്തില്ലാത്തവരും ദരിദ്രരാണ്. ഇതിന് മുകളിൽ സ്പെൻഡ് ചെയ്യുന്നവരാരും ദരിദ്രരല്ല. ഓക്കെ, അവർ എബോവ് പോവർട്ടി ലൈൻ എന്നുള്ളതാണ് സി രംഗരാജൻ കമ്മീഷൻ്റെ നിഗമനം. ഇനി അടുത്തത് നമ്മൾ പ്രധാനമായി നോക്കുന്നത് ഇന്ത്യയിലുള്ള ഈ ഒരു ദാരിദ്ര്യാവസ്ഥയ്ക്കുള്ള കാരണം എന്തൊക്കെയാണെന്നാണ് നോക്കുന്നത്. സോ നമുക്ക് എല്ലാവർക്കും വളരെ കണ്ണടച്ച് ആദ്യം നമ്മൾ പറയുന്ന ആരെയാണ്, ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ ആ ഒരു അധപതനത്തിന് കാരണമായ ആ ഒരു ഭരണ വ്യവസ്ഥിതി, അതായത് നമ്മുടെ അധപതനത്തിന് കാരണമായ ബ്രിട്ടീഷ് ഭരണ വ്യവസ്ഥിതിയാണ് ഒന്നാമത്തെ കാരണമായിട്ട് പറയുന്നത്. There was a substantial negative impact of the British rule on Indian economy and the standard of living of the people, which is a strong base of the present poverty to some extent. അതായത് തുടർച്ചയായിട്ടുള്ള ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ അഥവാ ആ ഒരു കെടുകാര്യസ്ഥതയുടെ ഫലമായിട്ട് എന്താണ്, നെഗറ്റീവ് ഇമ്പാക്റ്റാണ് എന്തിവിടെ സംഭവിച്ചത്, ഇന്ത്യൻ എക്കോണമിയിൽ സംഭവിച്ചത്. പോളിസി ഓഫ് ഡീ ഇൻഡസ്ട്രിയലൈസേഷൻ, സ്റ്റാറ്റസ് ഓഫ് ഇന്ത്യ ആസ് ആൻ എക്സ്പോർട്ടർ ഓഫ് റോ മെറ്റീരിയൽസ് ആൻഡ് ആൻ ഇമ്പോർട്ടർ ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ലെഫ്റ്റ് ഇന്ത്യ ഇൻ പോവർട്ടി ആസ് എ അവർ നാച്ചുറൽ റിസോഴ്സസ് വെർ പ്ലണ്ടേഡ്. അതായത് ഇന്ത്യയെ ഒരു കമ്പോളമാക്കി മാറ്റി. അതായത് ഇവിടുന്ന് റോ മെറ്റീരിയൽസിൻ്റെ എക്സ്പോർട്ടറും അതുപോലെ തന്നെ അവിടെ ബ്രിട്ടനിലുണ്ടായിരുന്ന മെഷീൻ മെയ്ഡ് ഗുഡ്സിൻ്റെ, അതായത് ഫാക്ടറി നിർമ്മിതമായ ഉൽപ്പന്നങ്ങളുടെ ഒരു കമ്പോളമാക്കി ഇന്ത്യയെ മാറ്റിയതോടുകൂടി ഇന്ത്യയുടെ കോട്ടേജ് ഇൻഡസ്ട്രി, അതായത്
കുടിൽ വ്യവസായം പോലത്തുള്ള നമ്മുടെ സ്ഥാപനങ്ങളൊക്കെ അടച്ചു പൂട്ടേണ്ടതായിട്ട് വന്നു. അതായത് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രിട്ടനിൽ ആ ഒരു ഫാക്ടറിയിൽ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള, ഇപ്പോൾ തുണിത്തരങ്ങളാണെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള കോട്ടൺ, പരുത്തിക്ക് വേണ്ടിയിട്ടുള്ള ഒരു റോ മെറ്റീരിയൽ മാർക്കറ്റായിരുന്നു ഇന്ത്യ. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ നിന്ന് പോയ റോ മെറ്റീരിയൽ മാർക്കറ്റ് മെറ്റീരിയൽ അവിടെ ചെന്നിട്ട് ഒരു തുണിയായിട്ട് വീണ്ടും തിരിച്ചെത്തുന്ന എവിടെയാണ്? ഇന്ത്യ എന്ന കമ്പോളത്തിലേക്കാണ്. സോ പോളിസി ഓഫ് ഡീ ഇൻഡസ്ട്രിയലൈസേഷൻ, ഇന്ത്യ ഒരു വ്യവസായവൽക്കരണത്തിൽ നിന്ന് പിന്തിരിപ്പിച്ച നയമായിരുന്നു ആര് സ്വീകരിച്ചത്? ബ്രിട്ടൻ സ്വീകരിച്ചത്. ഇന്ത്യയെ ഒരു റോ മെറ്റീരിയലിനുള്ള, അതായത് എന്താണ് പറയുക, അടിസ്ഥാനപരമായി വേണ്ടിയിട്ടുള്ള ആ ഒരു മെറ്റീരിയലിൻ്റെ ഒരു കമ്പോളം മാത്രമായിട്ടാണ് ആര് കണ്ടത്? ബ്രിട്ടൻ കണ്ടത്. Imports of manufactured cotton cloth from the Lancashire in England displaced much local production and India reverted to being an exporter of cotton yarn and not of cloth. അതായത് ഒരു മധ്യ ലോക ചരിത്രം നോക്കുകയാണെങ്കിൽ വളരെയേറെ പ്രശസ്തമായ തുണിത്തരങ്ങൾക്ക് പേരുകേട്ട രാജ്യമായിരുന്നു ഇന്ത്യ എന്ന് പറയുന്നത്. കാലിക്കോ തുടങ്ങിയിട്ടുള്ള ഒട്ടേറെ തുണിത്തരങ്ങളെക്കുറിച്ച് ലോകത്തിൻ്റെ പല ഭാഗത്തും മെൻഷൻ ഉണ്ട്. അതായത് ഇന്ത്യ എന്ന രാജ്യത്തെ തുണിത്തരങ്ങളുടെ ആ ഒരു ക്വാളിറ്റിയെക്കുറിച്ച് പല രാജ്യങ്ങളിലും എന്തുണ്ട്, അവരുടെ പ്രാചീന കൃതികളിലൊക്കെ മെൻഷനിങ് ഉണ്ടായിരുന്നു. പക്ഷേ ബ്രിട്ടീഷുകാരുടെ വരവോടുകൂടി എന്ത് സംഭവിച്ചു? നമ്മുടെ ലോക്കൽ പ്രൊഡക്ഷൻ കുറഞ്ഞു. അതായത് നമ്മൾ കൈത്തറി, നമ്മുടെ ടെക്നോളജി മാത്രം ഉപയോഗിച്ച് ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു പ്രൊഡക്ഷന് വിലയില്ലാതെ. കാരണം എന്താണ്? നമ്മുടെ റോ മെറ്റീരിയൽസ് എല്ലാം ബ്രിട്ടനിലേക്ക് അയക്കുകയും അതുപോലെ തന്നെ എന്താണ്, ബ്രിട്ടീഷുകാർ നിർമ്മിച്ചതായിട്ടുള്ള മെഷീൻ ഗുഡ്സ് ഇന്ത്യയിലേക്ക് വരാൻ തുടങ്ങിയതോടുകൂടി എന്താണ്, നമ്മുടെ കോട്ടൺ ഇൻഡസ്ട്രീസിനും അതുപോലെ തന്നെ കോട്ടൺ ഇൻഡസ്ട്രീസിനും ഒരുപാട് നാശനഷ്ടങ്ങൾ സംഭവിക്കാനായിട്ട് ഇടയായി. അടുത്താണ് എക്കണോമിക് കണ്ടീഷൻസ് ഓഫ് ഫാമേഴ്സ് ഇൻസ് ഇൻഡിപെൻഡൻസ് ആൻഡ് സ്റ്റേറ്റ് ഇൻഡെപ്റ്റഡ്നെസ്. അതായത് സമ്പദ് വ്യവസ്ഥയുടെ ആ ഒരു കടക്കണിയിലായ ആ ഒരു അവസ്ഥ. ഈവൻ ടുഡേ അഗ്രികൾച്ചർ ഈസ് എ പ്രിൻസിപ്പൽ മീൻസ് ഓഫ് ലൈവ്ലിഹുഡ് ആൻഡ് ലാൻഡ് ഈസ് പ്രൈമറി അസറ്റ്സ് ഓഫ് ദ റൂറൽ പീപ്പിൾ. വളരെ തർക്കമില്ലാത്തൊരു കാര്യമാണ്. ഇപ്പോഴും ജനസംഖ്യയുടെ ഭൂരിഭാഗം ശതമാനം എന്താണ്, കൃഷിയെ ആശ്രയപ്പെടുത്തി ജീവിക്കുന്ന ഒരു ജനവിഭാഗമാണ് ഇന്ത്യയിലുള്ളത്. ഇന്ത്യൻ GDPയുടെ ഒരു മുഖ്യ സിംഹഭാഗവും കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ആരാണ്? കർഷകർ തന്നെയാണ്. അതുപോലെ തന്നെ ഗ്രാമീണ മേഖലയിൽ ജീവിക്കുന്ന വ്യക്തികളുടെ ഏറ്റവും വലിയ സ്വത്ത്, അസറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഭൂമി തന്നെയാണ്. അവരുടെ കയ്യിൽ ലിക്വിഡായിട്ടുള്ള അസറ്റ് ആയിരിക്കില്ല കൂടുതലുണ്ടാവുക. അവർ ഭൂമിയുടെ രൂപത്തിലാണ് എന്ത് ചെയ്യുന്നത്? അവരുടെ സ്വത്തുക്കൾ ശേഖരിച്ചു വെക്കുന്നത്. റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് ലാൻഡ് ഡിഡ്ന്റ് ബ്രിങ് പോസിറ്റീവ് ചേഞ്ചസ് ഇൻ ഇംപ്രൂവിങ് എക്കണോമിക് കണ്ടീഷൻസ് ഓഫ് ദ ഫാമേഴ്സ്. അതായത് സ്വാതന്ത്ര്യം കിട്ടുന്ന ആ ഒരു സമയത്ത് നമ്മൾ ലാൻഡ് റിഫോംസിൽ കണ്ടതാണ് എന്താണ്, ഉള്ളവൻ്റെ കയ്യിൽ നിന്ന് മിച്ച ഭൂമി കൈമാറ്റം പെടുത്തി എന്താണ് പാവപ്പെട്ടവന് കൃഷിക്കായി നൽകുന്നതാണ് എന്ത്, ലാൻഡ് റിഫോംസ് അഥവാ ഭൂപരിഷ്കരണത്തിലൂടെ ലക്ഷ്യം വെച്ചത്. പക്ഷേ ഇന്ത്യയിലെ ചില ഭാഗങ്ങളിലൊഴുകി മുഖ്യ ഭാഗങ്ങൾ എന്ത് ചെയ്തില്ല, ലാൻഡ് റിഫോംസ് അതിൻ്റേതായിട്ടുള്ള ഫലം കണ്ടില്ല. ലാൻഡ് റിഫോംസ് ഏറ്റവും എഫിഷ്യൻ്റായിട്ട് കാര്യക്ഷമമായി നടപ്പിലാക്കിയ ഒരു സ്ഥലമായിരുന്നു കേരളം, EMS സർക്കാരിൻ്റെ നേതൃത്വത്തിൽ. അതുപോലെ തന്നെ വെസ്റ്റ് ബംഗാൾ തുടങ്ങിയ ചുരുക്കം ചില വടക്കേ ഇന്ത്യൻ ഭാഗങ്ങളിൽ മാത്രമാണ് എന്ത് സംഭവിച്ചത്, ലാൻഡ് റിഫോംസ് ഭൂപരിഷ്കരണം ലക്ഷ്യം കണ്ടത്. അപ്പോൾ ഇതിൻ്റെ ഫലമായി എന്താണ്, സമ്പന്നർ അതിസമ്പന്നരായി തുടരുകയും ചെയ്തു. ഭൂമിയില്ലാത്ത കർഷകർ എന്താണ് ആ ഒരു കയത്തിലേക്ക്, ദരിദ്രത്തിൻ്റെ കയത്തിലേക്ക് വീഴുകയും ചെയ്തു. സോ ഓൾസോ മോസ്റ്റ് ഓഫ് ദി ഇന്ത്യൻ സ്റ്റേറ്റ്സ് ഫെയിൽ ടു ഇംപ്ലിമെൻറ്റ് ലാൻഡ് ഡിസ്ട്രിബ്യൂഷൻ പോളിസീസ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ കേരളം, വെസ്റ്റ് ബംഗാൾ ഒഴികെ ചുരുക്കം ചില സ്ഥലങ്ങൾ ഒഴികെ എന്താണ്, ഭൂരിഭാഗം സ്ഥലങ്ങളിലും ഭൂപരിഷ്കരണം ലക്ഷ്യം കണ്ടില്ല. അവിടെ ദരിദ്രരായ ജനങ്ങൾ ദരിദ്രരായി തുടരുകയും ചെയ്തു. സമ്പന്നരായ കർഷകർ, അതായത് ഭൂജന്മികൾ അഥവാ ജന്മികൾ, ആ ഒരു ഭൂപ്രഭുക്കന്മാർ എന്ത് ചെയ്തില്ല, അവരുടെ ഭൂമി വിട്ടു നൽകാൻ തയ്യാറായില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോഴും എന്താണ്, ആ ഒരു പ്രദേശത്ത് ആ ഒരു ഇൻകം ഇൻഇക്വാളിറ്റി, സാമ്പത്തികമായിട്ടുള്ള അസമത്വം വളരെ കൂടുതലാണ്. ഓക്കെ, അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് കാരണമാണ് ഹൈ ഗ്രോത്ത് റേറ്റ് ഓഫ് പോപ്പുലേഷൻ. അതായത് നിങ്ങൾക്ക് തന്നെ പറയാൻ പറ്റുന്നൊരു കാരണമാണ് ജനസംഖ്യ അനിയന്ത്രിതമായിട്ടുള്ള ജനസംഖ്യ വളർച്ച. അപ്പോൾ ഞാനിന്ന് ഈ ക്ലാസ് എടുക്കുന്ന സമയത്ത് എന്താണ്, ഇന്ത്യ ഈസ് ദ മോസ്റ്റ് പോപ്പുലസ് കൺട്രി ഇൻ ദ വേൾഡ്. ചൈനയെ കടത്തിവെട്ടി ജനസംഖ്യയിൽ ഒന്നാമത് നിൽക്കുന്ന രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. അപ്പോൾ ജനസംഖ്യ ഇങ്ങനെ കൂടുമ്പോഴേക്കും എന്താണ്, അത്രയും ജനങ്ങളുടെ ബേസിക് നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യുന്നതിനായിട്ട് എന്ത് ചെയ്യും, ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരും. സോ ദ ഗ്രോത്ത് റേറ്റ് ഓഫ് പോപ്പുലേഷൻ ഇൻ ഇന്ത്യ ഹാസ് ഓൾവേസ് ബീൻ ഹയർ ദാൻ ദ എക്കണോമിക് ഗ്രോത്ത് റേറ്റ് ഓഫ് ദി നേഷൻ. അപ്പോൾ സാമ്പത്തിക വളർച്ചയെക്കാട്ടിയും 10 മടങ്ങ് വേഗത്തിലാണ് എന്ത് വളരുന്നത്, ജനസംഖ്യാ നിരക്ക് ഇങ്ങനെ കുതിച്ചുയർന്നുകൊണ്ടിരിക്കുന്നത്. പെർ ഹെഡ് അവൈലബിലിറ്റി ഓഫ് ലാൻഡ് ഫോർ കൾട്ടിവേഷൻ ഹാസ് ഡിക്ലൈൻഡ് ഡ്യൂ ടു ദ ഫ്രാഗ്മെൻറ്റേഷൻ ഓഫ് ലാൻഡ് ഹോൾഡിങ്സ്. അതായത് ഓരോ ജനസംഖ്യ കൂടുന്നതനുസരിച്ച് അത്രയും പേർക്ക് സസ്റ്റെയിൻ ചെയ്യുന്നതിനായിട്ടുള്ള ഭൂമിയോ അല്ലെങ്കിൽ കൃഷി ചെയ്യുന്നതിനുള്ള ഭൂമിയോ എന്ത് ചെയ്യുന്നില്ല, കിട്ടാനായിട്ടുള്ള സാധ്യത വളരെ കുറവാണ്. അടുത്തൊരു പ്രധാനപ്പെട്ട കാരണമാണ് വൈഡ് സ്പ്രെഡ് അൺഎംപ്ലോയ്മെൻറ്റ്. ഇപ്പോൾ ഈ പട്ടിണിക്ക് വേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡയറക്റ്റ് ആയിട്ടുള്ള കാരണമാണ് തൊഴിലില്ലായ്മ തന്നെയാണ്. തൊഴിലുണ്ടെങ്കിൽ ഒരു പരിധി വരെ നമ്മുടെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റി നമുക്ക് ദാരിദ്ര്യത്തിൻ്റെ അവസ്ഥയിൽ നിന്ന് രക്ഷ നേടാനായിട്ട് സാധിക്കും. പക്ഷേ തൊഴിലില്ലായ്മയാണ് എന്ത് ചെയ്യുന്നത്, ഡയറക്റ്റായിട്ട് എവിടെ വരുന്നത്, പോവേർട്ടി അഥവാ ദാരിദ്ര്യത്തിന് കാരണമാക്കുന്ന മറ്റൊരു ഡയറക്റ്റ് ഫാക്ടർ എന്ന് പറയുന്നത്. അടുത്താണ് ലോ ലെവൽ ഓഫ് ക്യാപിറ്റൽ ഫോർമേഷൻ. സോ ക്യാപിറ്റൽ ഫോർമേഷൻ എന്ന് പറയുന്നത് വളരെയേറെ മൂലധനത്തിൻ്റെ ആ ഒരു ഇമ്പാക്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇന്ത്യൻ എക്കോണമിയെ സംബന്ധിച്ചിടത്തോളം. അതായത് പുതിയ ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനായിട്ടുള്ള ആ ഒരു ടെക്നോളജിയാണ് ക്യാപിറ്റൽ ഫോർമേഷൻ എന്ന് പറയുന്നത്.
സോ ക്യാപിറ്റൽ ഫോർമേഷൻ ഇൻ ഇന്ത്യ ഇസ് വെരി മച്ച് ലോ ആൻഡ് കോസസ് ലോ ലെവൽ ഓഫ് എക്കണോമിക് ഡെവലപ്മെൻറ്റ്. അപ്പോൾ ക്യാപിറ്റൽ ഫോർമേഷൻ വളരെ കുറവായതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കും? അത് എക്കണോമിക് ഡെവലപ്മെൻറ്റിനെ വളരെ സാരമായി തന്നെ ബാധിക്കും. ക്യാപിറ്റൽ ഡെഫിഷ്യൻസി എക്സിസ്റ്റ് ബിക്കോസ് ലോ ലെവൽ ഓഫ് ഇൻകം ഡ്യൂ ടു വിച്ച് ദർ ഇസ് ലോ ലെവൽ ഓഫ് സേവിങ്സ് ആൻഡ് ലോ ലെവൽ ഓഫ് ക്യാപിറ്റൽ ഫോർമേഷൻ. അതായത് കൂടുതൽ മൂലധനത്തിൽ അഥവാ ഈ ഒരു ടെക്നോളജിയിൽ അഥവാ ഇൻഡസ്ട്രീസിലും അഥവാ വ്യവസായശാലകളിലും ഒക്കെ നിക്ഷേപിക്കണമെങ്കിൽ അതിനനുസരിച്ച് ഇൻകം വേണം. സോ നമുക്ക് ഇൻകം കിട്ടുന്നു, അതിൽ നിന്ന് നമ്മുടെ ആവശ്യത്തിന് എടുത്തിട്ട് ബാക്കി നമ്മൾ സേവ് ചെയ്യും. അപ്പോൾ ആ സേവിങ്സിൽ നിന്നാണ് നമ്മൾ കൂടുതൽ ലാഭം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഇൻഡസ്ട്രീസിൽ അതായത് കൂടുതൽ ക്യാപിറ്റൽ ഫോർമേഷൻ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇൻകം കുറവാണെങ്കിൽ സേവിങ്സും കുറയും, അതിനനുസരിച്ച് തന്നെ എവിടെയും ഇൻവെസ്റ്റ്മെൻറ്റ് നടക്കില്ല, എക്കോണമിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടക്കില്ല. സോ അങ്ങനെ ക്യാപിറ്റൽ ഫോർമേഷൻ്റെ റേറ്റ് വളരെ കുറഞ്ഞ് വരികയാണ് ചെയ്യുന്നത്. It has resulted in declined levels of production, income, savings, investment and capital formation. അപ്പോൾ ഇത് എന്തിലും തുടക്കം കുറിച്ചിട്ടുണ്ട്. അപ്പോൾ പുതിയ തുടരെയുള്ള എന്താണ് ഇൻകം കുറയുന്നതിനും സേവിങ്സ് കുറയുന്നതിനും ക്യാപിറ്റൽ ഫോർമേഷൻ കുറയുന്നതിനുമായിട്ടുള്ള കാരണങ്ങൾക്കാണ് ഇത് വഴി തെളിച്ചിരിക്കുന്നത്. സോ ലോ ലെവൽ ഓഫ് ക്യാപിറ്റൽ ഫോർമേഷൻ എന്ന് പറയുന്നത് എന്താണ് ഇന്ത്യൻ എക്കണോമിയെ സംബന്ധിച്ചിടത്തോളം എന്താണ് അൺഎംപ്ലോയ്മെൻറ്റ് അഥവാ പോവർട്ടി കൂടുന്നതിനായിട്ടുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറാണ്. അടുത്താണ് ലാക്ക് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ. ഇറ്റ് ഈസ് എ മെയിൻ കോസ് ഓഫ് പോവർട്ടി ഇൻ ഇന്ത്യ. Underdeveloped state of Indian economy is clear from the backwardness of agricultural and industrial sectors, which is due to lack of social and economic infrastructure in our country. അതായത് അടിസ്ഥാന സൗകര്യ വികസനത്തിൻ്റെ കുറവ്. അതായത് അടിസ്ഥാന സൗകര്യ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓർമ്മ വരുന്നത് എന്താണ്? പാലങ്ങൾ, റോഡുകൾ, കണക്ട് ചെയ്യാനുള്ള സംഭവങ്ങൾ, ഇൻ്റർനെറ്റുകൾ, അങ്ങനത്തുള്ള കണക്ടിവിറ്റി ഇഷ്യൂസാണ് മെയിനായിട്ട് ഇൻഫ്രാസ്ട്രക്ചർ അഥവാ അടിസ്ഥാന സൗകര്യത്തിൽ വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവാണെന്ത് ഇന്ത്യയിൽ ദാരിദ്ര്യത്തെ പ്രധാനമായി മുമ്പോട്ട് നയിക്കുന്നത് അഥവാ ദാരിദ്ര്യത്തിൻ്റെ ലെവലിനെ ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറാണ് എന്ത് അടിസ്ഥാന സൗകര്യത്തിൻ്റെ കുറവ് എന്ന് പറയുന്നത്. സോ ലാക്ക് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത്. Poor state of infrastructure facilities also resulted in the slow pace of development. ഉദാഹരണത്തിന് ഇപ്പോൾ ഈ കർഷകർക്ക് തന്നെ അവർ ഉൽപ്പാദിപ്പിക്കേണ്ട പ്രോഡക്ട്സ് ഒക്കെ കൃത്യമായിട്ട് ചന്തകളിലും അതുപോലെ തന്നെ വിൽപ്പന സ്ഥലത്ത് എത്തിക്കണമെങ്കിൽ എന്താണ് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഫാസ്റ്റ് ആയിട്ടുള്ള ലോജിസ്റ്റിക്സ് അഥവാ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് വേണം. അതുപോലെ തന്നെ വിലയെക്കുറിച്ചുള്ള കൃത്യമായ അറിവ് തരുന്നതിനായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റീസ്, അങ്ങനെയുള്ള ഒട്ടേറെ കാരണങ്ങളുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ എക്കോണമി കൃത്യമായി മുമ്പോട്ട് പോവുകയുള്ളൂ. Britishers' ruthless exploitation of the country had left India such a poor state that India could not overcome from the losses and remains underdeveloped. അപ്പോൾ ഈ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റിയുടെ കുറവിന് നമ്മൾ എവിടെയാണ് കാരണങ്ങൾ ചെയ്യുന്നത്? ബ്രിട്ടീഷ് കാലത്ത് തന്നെയാണ്. സോ നമ്മുടെ നാച്ചുറൽ റിസോഴ്സസ് കൂടുതലായിട്ടുള്ള ഈ ഒരു എന്താണ് പറയുക ഭയങ്കരമായിട്ടുള്ള എക്സ്ട്രാക്ഷൻ നമ്മുടെ നാച്ചുറലായിട്ടുള്ള പ്രകൃതിദത്തമായിട്ടുള്ള ആ ഒരു റിസോഴ്സസിനെ ഒരുപാട് എക്സ്ട്രാക്ട് ചെയ്യുകയും അതുവഴി എന്താണ് ബ്രിട്ടൻ ഡെവലപ്പ് ചെയ്യും ഇന്ത്യ ഒരു കമ്പോളമാക്കി മാറ്റുകയും ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ പോവർട്ടി എന്ന ഭാഗത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇതോടുകൂടി നമ്മൾ പോവർട്ടി എന്ന ടോപ്പിക് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്.